Hello, good evening, everyone. Good evening, Hello, sir. good evening. Yes, good evening. Very good evening, everyone. And welcome to the session. അപ്പോൾ നമ്മൾ ഇന്നോട്ട് ഒഫീഷ്യലി നമ്മുടെ ട്രിപ്പിൾ എയുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ദിസ് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് റിവിഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. അപ്പോൾ നമ്മുടെ ട്രിപ്പിളേക്കകത്തുള്ള എല്ലാ കോർ ഏരിയയുടെയും റിവിഷനും അതേപോലെ തന്നെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസും ആയിരിക്കും ഈ സെഷനിൽ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ സെഷൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് സെഷൻ പ്ലാൻ എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വെൻ ഇറ്റ് കംസ് ടു ദ പേപ്പർ ട്രിപ്ലൈ എന്ന് പറയുന്ന പേപ്പറിനകത്ത് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് ദ ഏരിയ ഓഫ് എസ് ബി ആർ. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ വെരി മച്ച് ഫെമിലിയർ വിത്ത് ദ കോർ ടോപ്പിക്സ് ഓഫ് എസ് ബി ആർ, നോട്ട് ജസ്റ്റ് സ്പെസിഫിക്കലി മെൻഷനിങ് അബൌട്ട് ദ സ്റ്റാൻഡേർഡ്സ്. IFRS ആൻഡ് IAS അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. യു നീഡ് ടു ഹാവ് ആൻ ഓവറോൾ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് ദ ഹോൾ ഏരിയ ഓഫ് എസ് ബി ആർ. Then only you will be able to perform properly for the exam. So make sure to revise the SBR area first and അതിനെ ബേസ് ചെയ്തിട്ട് then ട്രിപ്പിൾ എയിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. സോ ആരെങ്കിലും ഇനിയും എസ് ബി ആറിന്റെ കോർ ഏരിയാസ് റിവൈസ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുർ ടു റിവൈസ് ഇറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. ആൻഡ് ഓൾസോ യു ഹാവ് ടു റിവൈസ് ദ ഏരിയാസ് ഓഫ് കൺസോൾട്ടേഷൻ പാർട്ട് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് എവറി സ്റ്റാൻഡേർഡ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് പോലും ഒമിറ്റ് ചെയ്യരുത്. എല്ലാ സ്റ്റാൻഡേർഡിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക എല്ലാവരും. ഓക്കെ, ഓൾ റൈറ്റ്. സോ ബേസിക്കലി when it comes to play. So ഇനിയിപ്പോൾ ട്രിപ്പിളിനെ കുറിച്ച് ഒരുപാട് ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. You guys are very much familiar with these areas because over the past 2 months we were completely focusing on our studies. And നമ്മൾ നമ്മുടെ റിവിഷൻ കിറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ മെയിൻ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ടായിരുന്നു. Both 25 marks and 50 marks question, as well as we have gone through the area of study hub, the whole areas of study hub. ദെൻ നമ്മൾ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് നോക്കിയിരുന്നു. സോ ഇതിന് എല്ലാത്തിനും കൂടി സമ്മപ്പ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ഈ എടുക്കാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ സിലബസ് പ്ലാൻ എങ്ങനെയാണ്, നമ്മുടെ റിവിഷൻ പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് പാർട്ട് ഓഫ് ഡേ 1 ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് 2 ഏരിയാസ് ആണ്. ആൻഡ് ടുഡേ വി ആർ ഫോക്കസിങ് കംപ്ലീറ്റ്ലി ഓൺ റിവിഷൻ. ടുമോറോ വി വിൽ ബി ഫോക്കസിങ് കംപ്ലീറ്റ്ലി ഓൺ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഫോളോഡ് ബൈ ദാറ്റ് അഗെയിൻ വി വിൽ ഗോ ഫോർ റിവിഷൻ പ്ലസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. അപ്പൊ ഇന്ന് വി വിൽ ബി റിവൈസിങ് ദ ഏരിയാസ് ഓഫ് 50 മാർക്സ്, ദ ഹോൾ ഏരിയാസ് ഓഫ് 50 മാർക്സ് പ്ലസ് ദ ഏരിയ ഓഫ് റിപ്പോർട്ടിംഗ് വിച്ച് ഇസ് അനദർ 25 മാർക്സ് ക്വസ്റ്റ്യൻ. സോ ഓൾമോസ്റ്റ് ആ ഒരു 75 മാർക്സിന്റെ ഏരിയയിൽ ടെസ്റ്റ് ചെയ്യാറുള്ള കോർ ഏരിയാസിന്റെ ക്യുക്ക് റിവിഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫോളോഡ് ബൈ ദാറ്റ് നാളെ നമ്മൾ ചെയ്യാൻ പോകുന്ന 50 മാർക്സിന്റെയും ആ കവർ ചെയ്ത ഏരിയയുടെ തന്നെ 25 മാർക്സിന്റെ ഏരിയയുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ആയിരിക്കും പ്ലാനിൽ ഉണ്ടാവുക. ആൻഡ് ദിസ് ഈസ് വാട്ട് വി ആർ പ്ലാനിങ് ടു ഡു. ആൻഡ് പ്രോബബ്ലി ദിസ് സെഷൻ മൈറ്റ് ബി എ ബിറ്റ് ലെങ്തി. ബട്ട് എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നതിനനുസരിച്ചും നമ്മുടെ സെഷൻ എടുത്ത് പോകുന്നതിനനുസരിച്ചിരിക്കും. അതുകൊണ്ട് ഒരു ഫിക്സഡ് ടൈം പറയുന്നില്ല. ബട്ട് വിൽ ബി ബിറ്റ്വീൻ ഒരു 1.5 hours to 2.5 hours. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സെഷൻ്റെ അകത്ത് നമുക്ക് എല്ലാ ഏരിയാസും റിവൈസ് ചെയ്യണം. ആൻഡ് ഇഫ് യു വോണ്ട് മീ ടു ഫോക്കസ് ഓൺ എനി സ്പെസിഫിക് ഏരിയ, ആ ഏരിയക്കകത്ത് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വി വിൽ ഗോ ഡെപ്ത് ടു ദ ടോപ്പിക്സ്. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക. യു ക്യാൻ ആസ്ക് മീ ഓവർ ദ മൈക്ക് ഓവർ ത്രൂ ദ ചാറ്റ്. ആൻഡ് ജനറൽ ആയിട്ടുള്ള ഡൗട്ടുകൾ വിൽ ക്ലാരിഫൈ അറ്റ് ദ എൻഡ്. ഇനീഷ്യലി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടോപ്പിക് എടുക്കുന്ന സമയത്ത് തന്നെ ഓവർ ദ ചാറ്റ് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, ആൻഡ് പ്ലീസ് ഡു റെസ്പോണ്ട് എസ്പെഷ്യലി ഇൻ ദ അപ്കമിങ് സെഷൻസ് ആസ് വിൽ ബി ഹാവിംഗ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളും കൂടി ഇൻപുട്ട് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഈ സെഷൻസിന്റെ എല്ലാത്തിനും റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. റെക്കോർഡിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക. നമ്മളിപ്പോൾ ഇവിടെ 2 hours എടുത്തു കഴിഞ്ഞാലും റെക്കോർഡിംഗ്സിൽ വന്നു കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ 1 hour ഒക്കെ ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡിംഗ്സിൽ ഇഫക്റ്റീവ് റെക്കോർഡിംഗ് മാത്രമേ നമ്മൾ ചെയ്യാറായിട്ടുള്ളൂ. സോ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയം, നിങ്ങൾ എന്തെങ്കിലും നോട്ട് ഡൗൺ ചെയ്യുന്ന സമയം, അതൊക്കെ ഒമിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡിംഗ് ടൈം മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് റെക്കോർഡിംഗ്സ് പിന്നീട് എപ്പോഴും അറ്റൻഡ് ചെയ്യുമ്പോൾ 1 hour ഉള്ളൂ റെക്കോർഡിംഗ് എന്നുള്ള ബേസിസിൽ അറ്റൻഡ് ചെയ്യരുത്. ഇഫക്റ്റീവ്ലി 2.5 hours സെഷൻ ആയിരിക്കും 1 hour റെക്കോർഡിംഗിൽ വരിക. അപ്പോൾ നിങ്ങൾ ഇഫക്റ്റീവ്ലി കാണുമ്പോൾ അത്രയും സമയം തന്നെ എടുക്കും. ഓക്കെ, അപ്പം മേക്ക് ഷുർ ടു കീപ് ദാസ് ടൈം ആസ് പ്രൊവിഷൻ. അപ്പം പ്രോപ്പർലി എന്നിട്ട് തന്നെ റെക്കോർഡിംഗ്സ് ആണെങ്കിലും ലേറ്റർ ഓൺ അറ്റൻഡ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ഫൈൻ. സോ യെസ്, ആസ് വി നോ, ട്രിപ്പിൾ എയുടെ 50 മാർക്സിന്റെ ഏരിയ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ ഫ്രീക്വന്റ്ലി ടെസ്റ്റ് ചെയ്യാറുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള ഏരിയാസ് ആണുള്ളത്. ആൻഡ് പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ്, നമ്മളിവിടെ ഇപ്പോൾ എന്താ പറയുക, ഒരു കംപ്ലീറ്റ്ലി ട്രിപ്പിൾ എ മൊഡ്യൂൾ പഠിക്കണം എന്നുള്ള രീതിയിലല്ല ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. വി ആർ ഗോണ ഹാവ് എ ക്യുക്ക് റിവിഷൻ ആൻഡ് കംപ്ലീറ്റ്ലി വിൽ ബി ഫോക്കസിങ് ഓൺ അവർ അപ്കമിങ് എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം അപ്രോച്ചിലായിരിക്കും എടുത്ത് പോകണുണ്ടാവുക. ആൻഡ് ഞാൻ ഈ പഠിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ വി ആർ ക്വിക്ലി റിവൈസിങ് ഇറ്റ് എന്നുള്ള പെർസ്പെക്റ്റീവിലായിരിക്കും പറഞ്ഞു പോവുക.
സോ ഇടയ്ക്ക് വെച്ച് എപ്പോഴെങ്കിലും സ്പീഡ് കൂടുതലാണെന്ന് തോന്നുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മനസ്സിലായിട്ടില്ല, പണ്ട് പഠിപ്പിച്ച കാര്യം വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക് മീ, ഐ വിൽ റിപ്പീറ്റ് ദ സെയിം ഏരിയ. അതേപോലെ തന്നെ സ്പീഡ് നിങ്ങളുടെ പേസിനനുസരിച്ച് തന്നെ നമുക്ക് മാനേജ് ചെയ്ത് പോവാം. എപ്പോഴെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓവർ ദി ചാറ്റ് ഒന്ന് പറയണം എല്ലാവരും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യപ്പോ. Yes, sir. സോ ബേസിക്കലി നമ്മുടെ 50 മാർക്സിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കോമൺലി നമുക്ക് ടെസ്റ്റ് ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് 50 മാർക്സിൽ. സോ എന്തൊക്കെയാണോ ആസ് പാർട്ട് ഓഫ് 50 മാർക്സ് ഏരിയ നമ്മളോട് യൂഷ്വലി ചോദിക്കല്? ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക് ഉണ്ടാവും, പിന്നെ വേറെ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? Risk of material mistake. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്സ്, പിന്നെ ബിസിനസ് റിസ്ക് ഉണ്ടാവും അല്ലെ, ബിസിനസ് റിസ്ക് ഉണ്ടാവും, പിന്നെന്തായിരുന്നു, എത്തിക്സ് ഉണ്ടാവലുണ്ട്, പിന്നെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചോദിക്കാറില്ലേ? യെസ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചോദിക്കാറുണ്ട്. ഇനി ഇതിന് പുറമെ ഏതെങ്കിലുമൊക്കെ സപ്പോസ് ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തിയറി ആയിട്ട് ഇവിടെ ചോദിക്കാം. ബട്ട് കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കാറുള്ള ഈ 4 കാര്യങ്ങൾ തന്നെയാണ്: ഓഡിറ്റ് റിസ്ക്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്, ബിസിനസ് റിസ്ക്, എത്തിക്സ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ഏരിയാസിൽ ഒന്ന് ഫോക്കസ് ചെയ്യാം. ഈ ഏരിയാസ് റിവൈസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഏരിയാസിലേക്ക് പോവാം. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക്, നമുക്ക് ആ ഓഡിറ്റ് റിസ്കിന്റെ കോൺസെപ്റ്റ് ഒന്ന് ആദ്യമേ ക്വിക്ലി ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓഡിറ്റ് റിസ്ക് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഫ് സംബഡി ആസ്ക് യു അബൌട്ട് ഓഡിറ്റ് റിസ്ക്, ഇറ്റ്സ് ദ റിസ്ക് ഓഫ് ഗിവിംഗ് ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ഓൺ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ മെറ്റീരിയലി മിസ്സ്റ്റേറ്റഡ്. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് മിസ്റ്റേക്ക് ഉള്ള സമയത്ത് അതേക്കുറിച്ച് നമ്മൾ തെറ്റായ ഒരു ഒപ്പീനിയൻ കൊടുക്കാനുള്ള ചാൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുക. സോ വിച്ച് മീൻസ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് മേലെ മോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കുന്നു. ഇങ്ങനെ ഉണ്ടാവാനുള്ള ആ പോസിബിലിറ്റിനെയാണ് നമ്മൾ ഓഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. ആൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ദ ക്യാൻ ബി 3 കോസസ് ഫോർ ദിസ് റിസ്ക്, ആൻഡ് ഡ്യൂ ടു വിച്ച് വി കൺസിഡർ 3 കോമ്പണൻസ് ഓഫ് ദി ഓഡിറ്റ് റിസ്ക്, വിച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെയായിരുന്നു? ഇൻഹെറന്റ് റിസ്ക്, then control risk, and finally Detection. എക്സാക്ട്ലി ഡിറ്റക്ഷൻ റിസ്ക്. ഇങ്ങനെ 3 റിസ്കുകളായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. എന്തൊക്കെയാണ്? ഇൻഹെറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക് ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക്. സോ ബേസിക്കലി ഇൻഹെറന്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ റിസ്ക് ദാറ്റ് അറൈസസ് ഫ്രം ദ പാർട്ട് ഓഫ് ദി കമ്പനി. സോ ഒരു കമ്പനിയുടെ റിലേറ്റഡ് കൺട്രോൾസ് ഒക്കെ കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. ഡ്യൂ ടു വിച്ച് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് അസേർഷൻസ് മിസ്റ്റേറ്റഡ് ആവാനായിട്ടുള്ള ചാൻസിനെയാണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. അഗെയിൻ ഒരു കമ്പനിയുടെ ഒരു കമ്പനിയുടെ കൺട്രോൾസ് എല്ലാം കൺസിഡർ ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അസേർഷൻസിൽ മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. അതിനാണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ നേച്ചർ ഓഫ് ആക്ടിവിറ്റീസിന്റെ ബേസിസിലായിരിക്കാം. ഫോർ എക്സാമ്പിൾ കമ്പനി ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് പെർഫോം ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് ഒരുപാട് ഫോറിൻ സബ്സിഡറീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പനി, ആ കമ്പനി ഒരുപാട് വൊളാറ്റൈൽ ആയിട്ടുള്ള ഒരു ഇൻവെന്ററി ആണ് മാനേജ് ചെയ്യുന്നത്, ലൈക്ക് ഗോൾഡ്. അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ അവിടെ മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. സോ ഇത് ആ കമ്പനിയുടെ നേച്ചറിന്റെ ബേസിസിൽ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 40 സബ്സിഡറീസ് ഉള്ള ഒരു പേരന്റ് എന്റിറ്റി. സോ ആ കൺസോളിഡേറ്റഡ് എഫേഴ്സിന്റെ അകത്ത് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് ട്രേസ് ആവാതെ മിസ് ആവാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. സോ അങ്ങനെയുള്ള റിസ്ക് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനാണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് വിളിക്കുക. ആൻഡ് ദിസ് കംപ്ലീറ്റ്ലി അറൈസസ് ഫ്രം പാർട്ട് ഓഫ് ദി മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ ഓഡിറ്ററെ നമുക്ക് ഇതിന് ഒരു രീതിയിലും മാനേജ് ചെയ്യാനും പറ്റില്ല. ഇനി കൺട്രോൾ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എക്സിസ്റ്റിംഗ് അല്ല. ഓൺ ദ അതർ ഹാൻഡ് ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം എക്സിസ്റ്റിംഗ് ആണ്, പക്ഷെ അത് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നില്ല. സോ ഈതർ വേ കമ്പനിയുടെ കൺട്രോൾസ് ആർ നോട്ട് പ്രോപ്പർ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു മിസ്റ്റേക്ക് പ്രിവെന്റ് ചെയ്യോ ഡിറ്റക്ട് ചെയ്യോ കറക്റ്റ് ചെയ്യപ്പെടുകയോ ഉണ്ടാവില്ല. അത് കാരണം കൊണ്ട് FSM മിസ്റ്റേറ്റഡ് ആവും. ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? കൺട്രോൾ റിസ്ക് എന്ന് വിളിക്കുക. അപ്പൊ ഒരു കമ്പനിയുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ അകത്ത് ഉള്ള വീക്ക്നെസ് കാരണം കൊണ്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മിസ്റ്റേറ്റഡ് ആവാനുള്ള ചാൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? കൺട്രോൾ റിസ്ക് എന്ന് വിളിക്കുക. അഗെയിൻ ദാറ്റ് പർട്ടിക്കുലർ റിസ്ക് ഈസ് കോസ്ഡ് ബൈ ദ ആക്ടിവിറ്റീസ് ഓഫ് ദി മാനേജ്മെന്റ്. അവർ പ്രോപ്പർലി കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് റിസ്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ബോത്ത് ഇൻഹെറന്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക് ആർ ടുഗെദർ ബി കോൾഡ് as റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താ? ഇത് കാരണം കൊണ്ടായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് മിസ്സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുന്നത്. സോ ദിസ് ഈസ് സംതിങ് കോൾഡ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്.
And as we know, detection risk is the only risk that arises from the part of the auditor. So this risk arises mainly because the audit procedures performed by the auditor is not able to detect misstatements that are present in the company's financial statements, which are material. അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്ത് മെറ്റീരിയൽ മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ ഓഡിറ്ററായി നമ്മൾ ചെയ്ത പ്രൊസീജിയർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതിനെയാണ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് വിളിക്കുക. അത് നമ്മൾ പഠിച്ചിരുന്നു. ഡിറ്റക്ഷൻ റിസ്ക് ഇസ് ദ ഓൺലി റിസ്ക് ദാറ്റ് ക്യാൻ ബി മാനേജ് ബൈ ദ ഓഡിറ്റർ. ഓഡിറ്റർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു റിസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിറ്റക്ഷൻ റിസ്ക് ആയിരിക്കും. അതെങ്ങനെ ഓഡിറ്റർക്ക് മാനേജ് ചെയ്യാൻ പറ്റുക? ഡിറ്റക്ഷൻ റിസ്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഓഡിറ്റർ കൂടുതൽ പ്രൊസീജിയേഴ്സ് ചെയ്താൽ മതി. കാരണം കൂടുതൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഹി വിൽ ബി ഏബിൾ ടു ഒബ്ടൈൻ മോർ ഓഫ് ഓഡിറ്റ് എവിഡൻസ് ബൈ വിച്ച് ഹി ക്യാൻ റെഡ്യൂസ് ദ ഡിറ്റക്ഷൻ റിസ്ക്. അപ്പോൾ കൂടുതൽ പ്രൊസീജിയർ ചെയ്ത് കൂടുതൽ എവിഡൻസ് ഒബ്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റക്ഷൻ റിസ്ക് കുറയ്ക്കാൻ പറ്റും. സോ ദ ഓൺലി റിസ്ക് ദാറ്റ് ദ ഓഡിറ്റർ ക്യാൻ റെഡ്യൂസ് വിൽ ബി ഡിറ്റക്ഷൻ റിസ്ക്. അപ്പൊ അങ്ങനെ ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക് കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വിൽ കോൾ ഇറ്റ് ആസ് ഓഡിറ്റ് റിസ്ക്. ഓർമ്മയുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? ഓക്കെ. ഞാൻ ഈ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറയാനായിട്ടുള്ള മെയിൻ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റിൽ ദർ ആർ സ്റ്റുഡൻസ് ഹു യൂസ് ടു ആസ്ക് മീ അബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓഡിറ്റ് റിസ്ക്. നിങ്ങൾ എപ്പോഴും 50 മാർക്സിന്റെ ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഫസ്റ്റ് നോക്കേണ്ട കാര്യം അതാണ്. Whether the examiner asks you to write about the risk of material misstatements relating to the client or it's about the audit risk relating to the client. If the examiner is asking you exclusively to write about the risk of material misstatement, you only need to include inherent risk and control risk. You are not required to specifically mention anything relating to the detection risk. And detection risk അവിടെ മാത്രം കൊടുത്താൽ മതി. ഓഡിറ്റ് റിസ്ക് ചോദിച്ചാൽ മാത്രം ഡിറ്റക്ഷൻ റിസ്ക് റിലേറ്റഡ് പോയിന്റ്സ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഡിറ്റക്ഷൻ റിസ്കിന്റെ പോയിന്റ്സ് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. So this is the core difference between risk of material misstatement and detection risk. So, sorry, audit risk. അപ്പോൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും എഴുതിയാൽ മാത്രം മതി. ഓഡിറ്റ് റിസ്ക് ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ ഡിറ്റക്ഷൻ റിസ്ക്കും കൂടെ എഴുതണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂ ഓഡിറ്റ് ക്ലൈന്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ന്യൂ ഓഡിറ്റ് ക്ലൈന്റിന്റെ കേസ് നമ്മൾ 2 റിസ്ക് പറയാറുണ്ട്. നമ്മളൊന്ന് പറയും പുതിയ ഓഡിറ്റ് ക്ലൈന്റ് ആകുമ്പോഴത്തേനും ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയും. അതൊരു ഇൻഹെറന്റ് റിസ്ക് ആണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളോട് ഓഡിറ്റ് റിസ്ക് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 2 കേസിലും ആ റിസ്ക് എഴുതാം. ബട്ട് ഇൻ കേസ് എങ്ങാനും നിങ്ങളിപ്പോൾ പറയാണ് ഒരു അഡീഷണൽ റിസ്ക്, അതായത് ന്യൂ ഓഡിറ്റ് ക്ലൈന്റ് ആണ്, സോ ഓഡിറ്റ് ടീം വിൽ നോട്ട് ബി ഫെമിലിയർ വിത്ത് ദ ക്ലൈന്റ്സ് അക്കൗണ്ടിംഗ് പോളിസീസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ബാലൻസസ്, അവിടെ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ് ഒബ്ടൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഡിറ്റക്ഷൻ റിസ്ക് വരും എന്ന് പറഞ്ഞു. അത് എവിടെ മാത്രമേ എഴുതാവുള്ളൂ? ഓഡിറ്റ് റിസ്കിൽ മാത്രമേ എഴുതാവുള്ളൂ. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ആ പോയിന്റ് എഴുതരുത്. അത് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. മനസ്സിലായോ? ഇസ് എ ക്ലിയർ എവരിവൺ? Yes. ഓക്കെ. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നമ്മൾ എപ്പോഴും ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും മാത്രമേ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റിൽ എഴുതാവുള്ളൂ. ഡിറ്റക്ഷൻ റിസ്ക് കൊണ്ട് എഴുതരുത്. എഴുതിയാൽ മാർക്ക് പോവില്ല, പക്ഷെ വെറുതെ ടൈം പോകത്തറിയും. കാരണം നിങ്ങൾക്ക് അറിയാം ട്രിപ്പിളേക്കകത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് എന്താണ്? ടൈം മാനേജ്മെന്റ് ആണ്. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എന്താണ് റിക്വയർമെന്റ് ചോദിച്ചേക്കുന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ഐഡിയ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ എഴുതി തുടങ്ങാവുള്ളൂ കേട്ടോ. ഓക്കെ, ഫൈൻ. അതിൽ ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ? സാർ, ഈ ഓഡിറ്റ് റിസ്കിലെ നമുക്കിപ്പം ഡിറ്റക്ഷൻ റിസ്ക് എഴുതണം എന്ന് മസ്റ്റ് ആണ്. ഓഡിറ്റ് റിസ്കിൽ ഡിറ്റക്ഷൻ റിസ്ക് എഴുതണമെന്ന് മസ്റ്റ് ആണെന്നല്ലടാ, അതിന്റെ എലമെന്റ് അതിന്റെ അകത്തുണ്ട്. സോ ഡിറ്റക്ഷൻ റിസ്ക് കൂടെ കവർ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ എല്ലാ റിസ്ക്കും കവർ ആവുന്നുണ്ടാവുക. നമ്മളിപ്പോ സിഗ്നിഫിക്കന്റ് റിസ്ക് അല്ലേ നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നത്. ഇപ്പൊ ഒരു ന്യൂ ക്ലൈന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു സിഗ്നിഫിക്കന്റ് റിസ്ക് തന്നെയാണ്. മനസ്സിലായോ? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് എഴുതുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ നല്ലത്. ഓക്കെ സാർ. സാറ് നമ്മള് ഓഡിറ്റ് റിസ്ക് എഴുതുമ്പോ ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ട്, ഇൻഹെറന്റ് റിസ്ക് ഉണ്ട്. നമുക്ക് രണ്ടിനും സെപ്പറേറ്റ് മാർക്കാണോ കിട്ടുക, അതോ മാർക്ക് അങ്ങനെ? ന്യൂ ക്ലൈന്റിനാണ് മെയിൻ ഹെഡിങ്, അതിന്റെ അടിയിൽ തന്നെ 2 റിസ്കുകൾ വരുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മളപ്പോ 2 റിസ്കും 2 പാരഗ്രാഫ് ആക്കി എഴുതി എക്സ്പ്ലെയിൻ ചെയ്താല് എങ്ങനെ അതിന്റെ മാർക്ക് അലോട്ട് ചെയ്യുന്നത്? നമുക്ക് ഹെഡിങ്ങിനല്ല മാർക്ക്, നമുക്ക് റിസ്കിനാണ് മാർക്ക്. അപ്പൊ നമ്മളൊരു ഹെഡിങ് എഴുതിയിട്ട് അതിന്റെ അടി മൾട്ടിപ്പിൾ റിസ്ക് എഴുതിയിട്ടുണ്ടെങ്കിലും ആ റിസ്കിന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാലും നമുക്ക് കിട്ടുന്ന മാർക്ക് ഈക്വലി ആയിരിക്കും. എന്ന് വെച്ചാൽ ആ റിസ്കിന് 1 മാർക്കാണെന്നുണ്ടെങ്കിൽ ന്യൂ ക്ലൈന്റ് ആണെന്ന് പറയുന്ന റിസ്കിന് 1 മാർക്കാണെങ്കിൽ ആ മാർക്ക് കിട്ടും. അതേപോലെ തന്നെ ഓപ്പണിംഗ് ബാലൻസ് മിസ്റ്റേറ്റഡ് ആവും എഴുതുന്നതിന് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ മാർക്ക് കിട്ടും. ഇനി സപ്പോസ് നമ്മൾ ഒരു റിസ്ക് പറഞ്ഞു, മറ്റേ റിസ്കിന് പകരം വേറെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള റിസ്ക് ആണ് എഴുതിയത്, അങ്ങനെയാണെങ്കിൽ ആ റിസ്ക് വാലിഡ് ആണെങ്കിൽ അതിന് മാർക്ക് കിട്ടും. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഓഡിറ്റ് റിസ്ക് ആണെങ്കിലും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അതർ ദാൻ ഡിറ്റക്ഷൻ റിസ്ക് അവിടെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഡിറ്റക്ഷൻ റിസ്ക് ഒഴിച്ച് ബാക്കി എഴുതുന്ന ഫോമാറ്റും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. അപ്പോ
ഓവർ റിസ്ക് ആണെങ്കിലും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ പഠിച്ചിരുന്നു. 2 കാറ്റഗറിയിലായിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. ഇത് യു മൈറ്റ് ഗെറ്റ് എ റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്, ഓക്കെ, ഓ യു മൈറ്റ് ഗെറ്റ് എ റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ഒന്നെങ്കിൽ റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്നുണ്ടാവുക. അപ്പം റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക? റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എപ്പോഴും ഈ റിസ്ക് മെറ്റീരിയൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ പറയണം. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമ്മൾ പറയുന്നുണ്ടാവണം. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ആ റിസ്ക് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ നമ്മൾ അവിടെ എന്തൊക്കെ പറയേണ്ടി വരും? വാട്ട് വിൽ ഗോ റോങ് ആൻഡ് വാട്ട് എവർ ബി ദ ഇമ്പാക്ട് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ആ സ്പെസിഫിക് ഇമ്പാക്ട് എന്താണെന്നുള്ളതും പറയണം. ഓക്കെ, സി ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം, ദെൻ യു വിൽ ഗെറ്റ് എ പ്രോപ്പർ ഐഡിയ അബൌട്ട് ദിസ്. നമ്മൾ ക്ലാസ്സിൽ യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ തന്നെ പറയാം, അപ്പം പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും. നമ്മളിത് പഠിച്ചിട്ടുള്ളത് ഒരു IFRS 15 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ് റിലേറ്റഡ് ട്രീറ്റ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തായിരുന്നു. അതായത് നിങ്ങളോട് എക്സാമിനർ പറയാണ്, ഒരു പർട്ടിക്കുലർ കസ്റ്റമർ അവർ കമ്പനിയായിട്ട് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. ആ കോൺട്രാക്ട് പ്രകാരം ഈ ഗുഡ്സ് കസ്റ്റമറിന്റെ വെയർ ഹൗസിലേക്ക് ഡെലിവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കസ്റ്റമർ ഫൈനൽ ഇൻസ്പെക്ഷൻ ഓഫ് പ്രൊഡക്ട്സ് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഗുഡ്സ് അവർ ഡെലിവർ ചെയ്തേക്കുന്ന ഒരു തേർഡ് പാർട്ടി വെയർ ഹൗസിലേക്കാണ്. ഓക്കെ, കാരണം ഈ പർട്ടിക്കുലർ കസ്റ്റമറിന്റെ വെയർ ഹൗസ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയാണ് നമ്മളോട് സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന കഥ. അപ്പോൾ ഇവിടെ നമ്മളോട് റവന്യൂ പറഞ്ഞേക്കുന്നത് 10 മില്യൺ ആണ്. ഓക്കെ, 10 മില്യൺ ആണ് റവന്യൂ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു സിനാരിയോ കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 10 മില്യൺ നമുക്ക് മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. സോ ദ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ഈസ് 10 മില്യൺ. സോ മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കണം മിസ്റ്റേക്ക് മെറ്റീരിയൽ ആണോ എന്ന്. മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മെറ്റീരിയാലിറ്റി നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന്. നമുക്കറിയാം 50 മാർക്കിന് ക്വസ്റ്റൻ നമ്മൾ ആദ്യം മെറ്റീരിയാലിറ്റി പാരഗ്രാഫ് ഇൻക്ലൂഡ് ചെയ്യും. സോ മെറ്റീരിയാലിറ്റി പാരഗ്രാഫ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ മെറ്റീരിയാലിറ്റിയുടെ റേഞ്ച് ഏത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കണം. അതിന് നമ്മൾ പഠിച്ചിരുന്നു SOFPയുടെ ബേസിസിലോ SOPLന്റെ ബേസിസിലോ നമുക്ക് ചൂസ് ചെയ്യാം. SOFPയുടെ ബേസിസ് നമ്മൾ പഠിച്ചു ടോട്ടൽ അസറ്റ് ഉണ്ട്, നെറ്റ് അസറ്റ് ഉണ്ട്. SOPLന്റെ ബേസിസിലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, റവന്യൂ ഉണ്ട്. ഓക്കെ, സോ ടോട്ടൽ അസറ്റിന്റെ എത്ര പെർസെന്റേജ് ആയിരുന്നു മെറ്റീരിയാലിറ്റി ബെഞ്ച് മാർക്കിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? 1% to 2% ആയിരുന്നു. നെറ്റ് അസറ്റ്സിന്റെ ആണെങ്കിലോ 2% to 5% ആണ്. പ്രോഫിറ്റിന്റെ 5% to 10%. ദെൻ ഗ്രോസ് പ്രോഫിറ്റിന്റെ 0.5 to 1%. റവന്യൂന്റെ 0.5 to 1%. ഇതിന് പുറമെ നമ്മൾ പഠിച്ചിരുന്നു നേച്ചറിന്റെ ബേസിസിൽ നമ്മൾ മിസ്സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ നോക്കണം. നേച്ചറിന്റെ ബേസിസ് എന്ന് പറയുമ്പോൾ മെയിൻലി നമ്മൾ ഏതൊക്കെയാണ് കൺസിഡർ ചെയ്യല്? റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എപ്പോഴും മെറ്റീരിയൽ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഗോയിങ് കൺസേൺ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ മെറ്റീരിയൽ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് വേണം മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ. അത് നമ്മൾ പഠിച്ചിരുന്നു. ഇതിൽ ഏത് ബെഞ്ച് മാർക്ക് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മളാണോ തീരുമാനിക്കുക? ആണോ? അല്ല, നമുക്ക് എവിടെയായിരുന്നു തരുന്നുണ്ടാവുക? നമ്മളോട് ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ, അതായത് പാർട്ണറിന്റെ ഇമെയിലിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും ഇതിൽ ഏത് ബെഞ്ച് മാർക്ക് യൂസ് ചെയ്യണം എന്ന്. കൺസിഡർ ചെയ്താൽ ഇപ്പൊ പാർട്ണറിന്റെ ഇമെയിലിനകത്ത് നമ്മളോട് പ്രോഫിറ്റിന്റെ ബേസിസിലാണ് ചൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? 5% to 10% എന്നുള്ള റേഞ്ച് എടുക്കുക. ഓക്കെ, അത് ഞാൻ പറഞ്ഞിരുന്നു 5% ആണോ 10% ആണോ ഏതാണ് വേണ്ടത് എന്നുള്ളത് നമ്മുടെ കോളാണ്. എക്സാമിനർ പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിസ് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ പറയുള്ളൂ. അപ്പൊ 5% ആണോ വേണ്ടത് അതോ 10% ആണോ വേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ കോള്? അല്ല, നമ്മൾ എന്ത് ചെയ്യണം? റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണം. സോ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റിൻ്റെ അകത്ത് നോക്കുക നിങ്ങളോട് എന്ത് ബെഞ്ച് മാർക്കിന്റെ ബേസിസിലാണ് മെറ്റീരിയാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കുക. 1 മില്യൺ ആണ്. സോ 1 മില്യന്റെ 5% എത്ര വരും? 50,000 വരും. അപ്പർ ലിമിറ്റ് എത്ര വരും? 10% എന്ന് പറയുമ്പോൾ 100,000 വരും. സോ ഇതിൽ ലോവർ വേണോ അപ്പർ വേണോ എന്നുള്ളത് വേണം നിങ്ങളുടെ കോൾ എന്ന് പറയാനായിട്ട്. ആൻഡ്
അത് എന്തിന്റെ ബേസിസ് ചൂസ് ചെയ്യണം നമ്മൾ പറഞ്ഞേ? നിങ്ങൾ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് നോക്കണം. എന്തൊക്കെയായിരുന്നു നമ്മൾ നോക്കണം എന്ന് പറഞ്ഞ ക്രൈറ്റീരിയാസ്? ന്യൂ New ക്ലൈന്റ് ആണോ client, എന്നുള്ള കാര്യം നോക്കുക. പിന്നെ newly listed client and ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റ് ആണോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെ management bias. ഓക്കെ വേറെ ഒരെണ്ണം എഴുതി പോയി. കോർപ്പറേറ്റ് ഗവേണൻസ് വീക്ക്നെസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെ മാനേജ്മെന്റ് ബയസ് Management bias. മാനേജ്മെന്റ് ബയസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെ Internal control weakness. ഇന്റേണൽ കൺട്രോൾ വീക്ക്നെസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക. പിന്നെയോ High risk of material misstatement. എക്സാക്ട്ലി ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ലോവർ വേണോ അപ്പർ വേണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞു, ഇൻ കേസ് ഇഫ് ഇറ്റ്സ് എ ന്യൂ ക്ലൈന്റ് ഓർ എ ലിസ്റ്റഡ് ക്ലൈന്റ്, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? ഓൾവേസ് വി ഓൾ നീഡ് ടു ഗോ ഫോർ ദ ലോവർ ലിമിറ്റ് ഓഫ് മെറ്റീരിയാലിറ്റി. ആൻഡ് ഇൻ കേസ് എങ്ങാനും ഇറ്റ്സ് നോട്ട് എ ന്യൂ ക്ലൈന്റ് ഓർ എ ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇൻ ബോത്ത് കേസസ് നമ്മൾ ലോവർ ലിമിറ്റ് എടുക്കണ്ട, പകരം അപ്പർ ലിമിറ്റ് എടുക്കുക. എന്നിട്ട് ഓരോ ഫാക്ടേഴ്സിന്റെ എക്സിസ്റ്റൻസിനനുസരിച്ച് നമ്മൾ കുറച്ച് കൊണ്ടുവരിക. സപ്പോസ് ന്യൂ ക്ലൈന്റും അല്ല ന്യൂലി ലിസ്റ്റഡും അല്ല, അപ്പൊ നമ്മൾ നോക്കുക കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ 90,000 ആക്കുക. ഇന്റൽ കൺട്രോൾ വീക്ക്നെസ് ഉണ്ടോ? കുറച്ച് കുറയ്ക്കുക. കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഉണ്ടോ? കുറച്ച് കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കൊണ്ടുവരിക. എന്നിട്ടൊരു എമൗണ്ട് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കേസിൽ ന്യൂ ക്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 50,000 ആയിരിക്കും മെറ്റീരിയാലിറ്റി ബെഞ്ച് മാർക്ക് ആയിട്ട് എടുക്കുക. ആൻഡ് ഈ പറഞ്ഞ 10 million എന്ന് പറയുന്ന മിസ്റ്റേറ്റ്മെന്റിന്റെ ഫിഗർ നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ഈ 50,000 മേലെയാണെന്ന് നോക്കുക. ആണെങ്കിൽ മെറ്റീരിയൽ ആണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ അല്ല. ഇങ്ങനെയായിരിക്കും നമ്മൾ മെറ്റീരിയാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുക. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? Yes, sir. Yes, sir. അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു റിസ്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് മെറ്റീരിയൽ ആണോ എന്നുള്ളത് നോക്കണം. രണ്ടാമതായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും റിക്വയർഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? കുറഞ്ഞു പോകാനും പാടില്ല, കൂടിപ്പോവാനും പാടില്ല. അതായത് ഇപ്പൊ നമ്മളോട് സിനാരിയോക്കകത്ത് വൃത്തിക്ക് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, കമ്പനി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. കോൺട്രാക്ട് പ്രകാരം ഒരു മിഷനറി കസ്റ്റമർ വെയർഹൗസിലേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു. ആൻഡ് ഈ കസ്റ്റമർ ഗുഡ്സ് ഇൻസ്പെക്ട് ചെയ്യണം എന്നുള്ളതും പറഞ്ഞു. അവിടെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പെർഫോമൻസ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? സക്സസ്ഫുൾ ഡെലിവറി ഓഫ് മിഷനറി എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള കോൺട്രാക്ട്. സോ ഇറ്റ്സ് ജസ്റ്റ് എ സിംഗിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ IFRS 15 അത് പഠിച്ച 5 സ്റ്റെപ്പ് മോഡലൊക്കെ കൊണ്ട് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ബേസിക് റവന്യൂ റെക്കഗ്നീഷൻ മാത്രം സംസാരിച്ചാൽ മതി. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് നിങ്ങളോട് അവിടെ പറയാണ്, കമ്പനി കസ്റ്റമറുമായിട്ട് എഗ്രി ചെയ്തു ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് കസ്റ്റമറിന്റെ വെയർഹൗസിലേക്ക് ഡെലിവർ ചെയ്യാമെന്ന്. അതേപോലെ തന്നെ 5 yearsലേക്ക് ഈ കസ്റ്റമറുമായിട്ട് ഒരു സർവീസ് കോൺട്രാക്റ്റും സൈൻ ചെയ്തിട്ടുണ്ട്. അതും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള കോസ്റ്റ് ആണ് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ 5 സ്റ്റെപ്പ് മോഡലിന് ആവശ്യമുണ്ടോ? ഉണ്ട്. കാരണം എന്താ? അവിടെ മൾട്ടിപ്പിൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ ഉണ്ട്. ഒന്ന്, സക്സസ്ഫുൾ ഇൻസ്റ്റോളേഷൻ ഓഫ് മിഷനറി. 2, ആ സർവീസും കൊടുക്കാനുണ്ട് 5 വർഷത്തേക്ക്. അപ്പൊ അത് രണ്ട് പെർഫോമൻസ് ഒബ്ലിഗേഷൻ ആണ്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? 5 സ്റ്റെപ്പ് മോഡലിൽ വേണം റവന്യൂ റെക്കഗ്നേഷൻ നടത്താൻ. അപ്പൊ അതാ പറഞ്ഞ് ട്രീറ്റ്മെന്റ് എന്താണോ ശരിക്കും ആവശ്യമായിട്ടുള്ള ആ ട്രീറ്റ്മെന്റ് പറയാം. സോ വിച്ച് മീൻസ് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് പറയുകയും ചെയ്യുന്നുണ്ടാവണം, എക്സസ് ആയിട്ട് പറയാതിരിക്കുകയും ചെയ്യരുത്. എക്സസ് ആയിട്ട് പറയുകയും ചെയ്യരുത്. സോ ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു കൺസിഡർ. ക്ലിയർ ആയോ? Yes, Then sir. what will go wrong പറയാ, ഇമ്പാക്ട് ഓൺ FS പറയാ. ആൻഡ് ദിസ് ഈസ് എ കീ തിങ്. വാട്ട് വിൽ ഗോ റോങ് പറയുന്ന സമയത്ത് മാൻഡേറ്ററി ആയിട്ടും അവിടെ സിനാരിയോ ലിങ്ക് ചെയ്ത് പറയണം. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ജനറൽ ആയിട്ട് കൊണ്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടൂല. സോ വാട്ട് വിൽ ഗോ റോങ് പറയുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവണം? സിനാരിയോക്കകത്തുള്ള ഡേറ്റ ഫുള്ളി ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. ആൻഡ് അതിന് ശേഷം FSന്റെ അകത്ത് എവിടെയാണ് ഇമ്പാക്ട് വരിക? പ്രോഫിറ്റിലാണോ അതോ PPയിലാണോ? എവിടെയാണോ ഇമ്പാക്ട്? സ്പെസിഫിക് ഇമ്പാക്ട് തന്നെ പറയണം. ഓക്കെ. അപ്പൊ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്ന ഒരു എക്സാമ്പിൾ, ബെസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ആൻസറിന്റെയും വേഴ്സ്റ്റ് എഴുതാൻ പറ്റുന്ന ആൻസറിന്റെ എക്സാമ്പിൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പറയാണ്, ദ എമൗണ്ട് ഓഫ് റവന്യൂ ഫ്രം ദ കസ്റ്റമർ റെപ്രസെന്റ്സ് എ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആസ് ഇറ്റ് ഈസ് അബോവ് ദ മെറ്റീരിയാലിറ്റി ത്രെഷോൾഡ് ഓഫ് $50,000 എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ പറയാണ്, ആസ് പെർ IFRS 15 റവന്യൂ ഫ്രം കോൺട്രാക്ട്സ് വിത്ത് കസ്റ്റമേഴ്സ്, revenue should be recognized when the performance obligation relating to the contract are satisfied. Until then, the amount received should be treated as deferred income. However, there can be chances that this might not have been appropriately treated, resulted in overstated revenue and understated deferred income. ഇതാണ് വേഴ്സ്റ്റ് ആൻസർ എന്ന് പറയാം.
കാരണം ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് സിനാരിയോക്കകത്തുള്ള ഒരു ഡേറ്റ എടുത്തിട്ടില്ല. നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്ന്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് പ്രോപ്പർലി ചെയ്തിട്ടില്ലെങ്കിൽ മിസ്റ്റേക്ക് വരുന്നത്. സോ ഇതാണ് ഒരു ജനറിക് ആൻസർ എന്ന് പറയുക, ഫോർ വിച്ച് യു വോണ്ട് ഗെറ്റ് മാർക്ക് കിട്ടും, ഹാഫ് മാർക്ക് ഒക്കെ. അതർ ദാൻ ദാൻ നമുക്ക് എത്രയാണ് ആഡിക്വേറ്റ് മാർക്ക് അല്ലെ പാസ്സാവാൻ വേണ്ട മാർക്ക് അത് കിട്ടൂല. ഫോർ വിച്ച് യു നീഡ് ടു ആഡ് ഡേറ്റ ഫ്രം ദ സിനാരിയോ. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയാം, അത് എന്നിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾ പറയാം the amount of revenue from customer represents a material misstatement as it is more than the materiality threshold of $50,000. As per IFRS 15, revenue from contracts with customers, revenue should be recognized only when the performance obligation relating to the contract are satisfied. Until then, the amount already received should be recognized as deferred income. Then scenario paraya. During the year, company have signed contract with two of their customers, and under the contract, the term specifically mentions that the company need to deliver products to the customer warehouse, and final inspection of the products have to be done by the customers. However, the products have been delivered to a third-party warehouse. Therefore, the performance obligation relating to the contract are not satisfied. But the finance director claims that they have fulfilled their performance obligation and have recognized the revenue. Therefore, the revenue of the company will be overstated and the deferred income will be understated. Clear, Ayo? Is it clear, everyone? Yes, sir. Okay. അപ്പൊ അവിടെ എന്തൊക്കെ എലമെന്റ്സ് വരുന്നുണ്ടാവണം? മെറ്റീരിയാലിറ്റി പറയുന്നുണ്ടാവണം, അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് വേണ്ടതെന്നുള്ള പറയാ, വാട്ട് വിൽ ഗോ റോങ് എന്നുള്ളത് പറയാ വിത്ത് ദ സിനാരിയോ, ആൻഡ് വാട്ട് എവർ ബി ദ ഇമ്പാക്ട് ദാറ്റ് വിൽ ബി ക്രിയേറ്റഡ് ഓവർ ദ എഫേഴ്സ്, ആ ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എന്താണെന്നുള്ളതും പറയണം. And whenever you specify that, you have to mention about the specific impact that will be created over the financial statements. Okay? ഇനി എല്ലാ കേസിലും റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണോ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെയോ അല്ല. സോ ദേ ക്യാൻ ബി കേസസ് വെയർ റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അല്ലാണ്ട് വിതൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും ചോദിക്കാം. സോ ദോസ് ആർ ജനറിക് കേസസ്. അതിന് ഒരുപാട് മാർക്ക് നമുക്ക് കിട്ടൂല. ബട്ട് യു ഹാവ് ടു ഐഡന്റിഫൈ ദോസ് റിസ്ക്. Okay, you have to identify the risk, and രണ്ടാമതായിട്ട് എന്ത് ചെയ്യാം, you have to explain. എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? why it's a risk എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. and whatever be the impact on FS, ആ ഇമ്പാക്ട് ഓൺ FS എന്താന്നുള്ളതും പറയാം. ബട്ട് അവിടെ നമ്മൾ എന്തായിരിക്കും പറയുന്നുണ്ടാവുക, ജനറൽ ഇമ്പാക്ട് ആയിരിക്കും പറയുന്നുണ്ടാവുക. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയുകയാണ് ഒരു ന്യൂ ഫിനാൻസ് ഡയറക്ടറിനെ അപ്പോയിന്റ് ചെയ്തു, who was previously being employed as the financial controller of a bank. നിങ്ങളോട് ക്വസ്റ്റ്യൻ പറയാണ് കമ്പനി എൻ്റയർലി ഡിഫറെന്റ് സെഗ്മെന്റിലാണ്, ലൈക്ക് കമ്പനീസ് ഓപ്പറേറ്റിംഗ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വെൽ വി നോ ദാറ്റ് ദ അക്കൗണ്ടിംഗ് പോളിസീസ്, ട്രാൻസാക്ഷൻസ് ആൻഡ് ജഡ്ജ്മെന്റ്സ് ഫോർ എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി വിൽ ബി എൻ്റയർലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് എ ബാങ്കിങ് സെക്ടർ. Therefore, if the newly appointed finance director is not having adequate knowledge in dealing with the transactions, there can be chances that he might provide inappropriate accounting treatment which may result in material misstatements in the company's financial statements. അപ്പൊ ഇങ്ങനെയുള്ള ജനറിക് ആയിട്ടുള്ള റിസ്കുകളായിരിക്കും നമ്മൾ റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ മേ ബി അബൌട്ട് എ കൺട്രോൾ റിസ്ക്. നിങ്ങളോട് പറയാണ് എന്താ പറയാ, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി പ്രോപ്പർലി ഇല്ല, അല്ലെങ്കിൽ ഓതറൈസേഷൻ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും പ്രോപ്പർലി ക്യാരിഡ് ഔട്ട് അല്ല എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് അവിടെ ഫ്രോഡുലന്റ് ട്രാൻസാക്ഷനുള്ള പോസിബിലിറ്റിനെ കുറിച്ച് പറയാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയുന്നത് ന്യൂ ക്ലൈന്റ് ആണ്, ന്യൂലി ലിസ്റ്റഡ് ക്ലൈന്റ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളോട് പറയാണ് കമ്പനി പുതുതായിട്ട് ലിസ്റ്റിംഗ് നടത്താൻ പോവാന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോൺ എടുക്കാൻ പോവാണെന്ന് പറയാണ്, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് കുറെ ഷെയർസ് ഡിസ്പോസ് ചെയ്യാൻ പോവാന്ന് പറയാണ്, കമ്പനിയുടെ ഡയറക്ടേഴ്സിന് ബോണസ് പേ ചെയ്യുന്ന റവന്യൂവിന്റെ ബേസിസിലാണെന്ന് പറയാണ്. ഇവിടെയൊക്കെ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് മാനേജ്മെന്റ് ബയസ് നമുക്ക് പറയാം. ബിക്കോസ് ദി കമ്പനീസ് മാനേജ്മെന്റ് വിൽ ബി മോട്ടിവേറ്റഡ് ടു ഇന്റൻഷനലി ഓവർസ്റ്റേറ്റ് ദ കമ്പനീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ടു മീറ്റ് ദെയർ പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്. ഇപ്പം ഷെയർസ് സെല് ചെയ്യാനാണെങ്കിൽ ടു ഗെറ്റ് ഹയർ വാല്യൂ ഓഫ് ഷെയർസ് ഓർ ടു അട്രാക്ട് ദ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ മാർക്കറ്റ്. ബാങ്ക് ലോൺ എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ടു ഗെറ്റ് ദ ബാങ്ക് ലോൺ, അല്ലെങ്കിൽ ബാങ്ക് ലോൺ റീഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കോവനൻസ് എന്താണ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇന്റൻഷനലി ഓവർസ്റ്റേറ്റ് ചെയ്യും എന്നുള്ളത് പറയാം. അങ്ങനെ ജനറൽ ആയിട്ടുള്ള റിസ്കുകൾ ഓരോന്നും നമുക്ക് പറയാം. അപ്പൊ ഇതായിരിക്കും റിസ്ക് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിൽ നമ്മൾ എഴുതേണ്ടതായിട്ട് വരിക. ക്ലിയർ ആയോ? ഓക്കെ. അപ്പം ഈ രണ്ട് കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റും വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിന്റെയും കേസിൽ. ആടാ ഡൗട്ട് ചോദിച്ചോ? സാർ, ഇപ്പൊ ഇൻവെന്ററി നമ്മള് സപ്ലയർ കസ്റ്റമറിന്റെ വെയർ ഹൗസിക്ക് വൺസ് സെൻഡ് ചെയ്തില്ലെങ്കിൽ പെർഫോമൻസ് ഒബ്ലിഗേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പം ഇപ്പൊ കസ്റ്റമറിന്റെ വെയർ ഹൗസ് റെഡി ആവാത്തതോ അത്
റെഡി ആവാത്തത് കൊണ്ടല്ലേ തേർഡ് പാർട്ടിയുടെ അവർക്ക് അയച്ചേ. ആ. അപ്പം പെർഫോമൻസ് അപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ആയിട്ട് സപ്ലയറെ ട്രീറ്റ് ചെയ്യുന്നില്ല. ഇതിപ്പം സപ്ലയറെ ഫോൾട്ട്, കസ്റ്റമർ അവരുടെ ആ ഒരു വെയർ ഹൗസ് റെഡിയാക്കാത്തതുകൊണ്ട് അവരിപ്പം അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവില്ല വേറൊരു വെയർ ഹൗസിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട്. ഉം. അപ്പം അത് അങ്ങനെ ഒരു വേറെ ഡിപ്പെൻസ് ഓൺ കോൺട്രാക്ട് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഇല്ലേ, അത് ആക്ച്വലി റോക്കറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റനിലെ എക്സാമ്പിൾ അത്. അപ്പം അതിന്റെ നമ്മളോട് പ്രത്യേകം പറയുന്നുണ്ട് കസ്റ്റമർ വെയർ ഹൗസിലേക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യണം, അതുപോലെ തന്നെ ഗുഡ്സിന്റെ ഫൈനൽ ഇൻസ്പെക്ഷൻ കസ്റ്റമേഴ്സ് നടത്തണം എന്ന്. ബട്ട് നമ്മളോട് പറഞ്ഞു തേർഡ് പാർട്ടി വെയർ ഹൗസിലേക്കാണ് ഡെലിവറി ചെയ്തേക്കുന്നത്, ഗുഡ്സ് ഇതുവരെ ഇൻസ്പെക്ട് ചെയ്യാൻ കസ്റ്റമേഴ്സ് വന്നിട്ടുമില്ല എന്ന്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവിടെ പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന്. ഇനി പ്രാക്ടിക്കലി ഇതിപ്പോ എന്താ പറയാ, ലിറ്ററലി ലൈക്ക് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് പോലത്തെ കേസസ് ആണ്. അത് കോൺട്രാക്ടിന്റെ അകത്ത് എന്താണോ പറഞ്ഞേക്കുന്നത് അങ്ങനെയായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജനറലി നമ്മളിപ്പം കോൺട്രാക്ട് ഇൻവോൾവിംഗ് ഷിപ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഗുഡ്സ് കസ്റ്റമറിന്റെ വെയർ ഹൗസിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ പെർഫോമൻസ് ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആയതായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുവരെ നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവില്ല. സെയിം എസ് കസ്റ്റമറിന് ഇൻവെന്ററി ബുക്സിൽ കാണിക്കാൻ പറ്റില്ല, പർച്ചേസും കാണിക്കില്ല. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് നമ്മളോട് ഇപ്പോൾ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റിന്റെ കോൺട്രാക്റ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഗുഡ്സ് ഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒബ്ലിഗേഷൻ ഡിസ്ചാർജ് ആവുമെന്ന്, അല്ലെങ്കിൽ ഗുഡ്സിന്റെ ഷിപ്പ് ചെയ്യുന്ന സമയത്ത് കൺട്രോൾ പാസ്സാവും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അപ്പം തന്നെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സെയിം എസ് കസ്റ്റമർ എന്ത് ചെയ്യണം, അപ്പോൾ ഗുഡ്സ് റെക്കഗ്നൈസ് ചെയ്യണം, അതായത് ഇൻവെന്ററി ആയിട്ട്, അതേപോലെ തന്നെ പർച്ചേസും കാണിക്കുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതെന്താണോ കോൺട്രാക്ട് അത് പ്രകാരമായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പൊ അതെന്താണെന്ന് നമുക്ക് സിനാരിയോക്കകത്ത് തന്നിട്ടുണ്ടാവും ഫുൾ ഫ്ലെഡ്ജ്ഡ് ഡീറ്റെയിൽ. ഓക്കെ, ഓക്കെ സർ, താങ്ക് യു. സോ ദിസ് ഈസ് ദ ഏരിയ ഓഫ് ഓഡിറ്റ് റിസ്ക് ആൻഡ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കുറെ കോമൺ ആയിട്ടുള്ള പഴയ റിസ്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. ആൻഡ് ഐ ഹവ് ഓൾറെഡി ഷെയർ ചെയ്ത നോട്ട്സ് ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞിട്ട്. അവിടെ കുറച്ച് ജനറിക് ആയിട്ടുള്ള ഓൾഡ് കിറ്റിലെ റിസ്ക്കും അതേപോലെ തന്നെ ആ റിസ്കിന്റെ എക്സ്പ്ലനേഷനും ആണുള്ളത്. ഇതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവില്ല, ബട്ട് ജനറൽ ആയിട്ടുള്ള കുറെ റിസ്കുകൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് നോട്ട്സ് വിൽ ഹെൽപ്പ് യു. സോ നമ്മൾ പണ്ട് നമ്മൾ ഇത് വെച്ചിട്ടായിരുന്നു ക്ലാസ് തുടങ്ങിയിരുന്നത്, ബട്ട് ഇതിപ്പോൾ നമുക്ക് ഫുള്ളി ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. ദിസ് ഇസ് ഓൾമോസ്റ്റ് അറൌണ്ട് 17 pages. അപ്പം ഐ വിൽ റീഷെയർ ദ സെയിം നോട്ട്സ് ഇൻ ദ ഗ്രൂപ്പ്സ് വൺസ് അഗെയിൻ ടുഡേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, ഇന്ന് തന്നെ ഈ നോട്ട്സ് എന്നിട്ട് ഒന്ന് വായിക്കുക. ആൻഡ് പിന്നെ ഇത് വായിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് റിവൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നോളും. പിന്നെ എക്സാമിന് മുന്നേ എങ്ങാനും വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൂടെ വായിച്ചാൽ മതി, അല്ലെങ്കിൽ പഴയ റെക്കോർഡിങ്സ് ആണെങ്കിലും ഒന്ന് ക്വിക്ലി കണ്ടാൽ മതി, സ്പീഡ് കൂട്ടിയിട്ടിട്ട്. അപ്പം ഈ റിസ്ക് ഒന്ന് എല്ലാവരും റിവൈസ് ചെയ്യണേ. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസിൽ റിസ്ക് അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു നോ ഡെപ്ത് നോളജ് ഇൻ SBR. അതില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. പക്ഷെ കുറെ ജനറൽ ആയിട്ടുള്ള റിസ്കുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോട്ട്സ് ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും ഇത് വേസ്റ്റ് ഓഫ് ടൈം ആവില്ല. അതുകൊണ്ട് എന്താണെങ്കിലും ഈ നോട്ട്സ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ എല്ലാവരും, റിസ്കിന്റെ. ഓക്കെ, ഓൾ റൈറ്റ്. ഇനി രണ്ടാമത് നമുക്ക് ഉണ്ടായിരുന്ന ഏരിയ ആയിരുന്നു ദ ഏരിയ ഓഫ് ബിസിനസ് റിസ്ക്. സോ ബേസിക്കലി ബിസിനസ് റിസ്കിന്റെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്യുവർലി അസംഷന്റെ ബേസിസിലായിരുന്നു നമ്മൾ ബിസിനസ് റിസ്കിന്റെ ഏരിയാസ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബിസിനസ് റിസ്കിന്റെ ഏരിയാസ് അസംഷന്റെ ബേസിസിൽ ഡീൽ ചെയ്യാന്ന് പറയുന്ന സമയത്ത് നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരുപാട് ഓവർ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള അസംഷൻസിലേക്ക് പോകരുത്. നിങ്ങൾക്ക് ആ തന്നേക്കുന്ന സിനാരിയോനെ ബേസ് ചെയ്ത് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന അസംഷൻസ് മാത്രം വെച്ചിട്ട് പറഞ്ഞു പോവാം. അതായത് ബേസിക്കലി എന്താണ് ബിസിനസ് റിസ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു കമ്പനിക്ക് ആ കമ്പനിയുടേതായ കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അല്ലെ? ഏതൊരു കമ്പനി ആണെങ്കിലും ആ കമ്പനിയുടേതായ കുറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അപ്പൊ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണോ ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിൽ നിന്നും കമ്പനീനെ പ്രിവെന്റ് ചെയ്ത് നിർത്തുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് കുറെ സ്ട്രാറ്റജീസ് ഉണ്ടാവും, ആ സ്ട്രാറ്റജീസ് പ്രോപ്പർലി ആ കമ്പനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിനാണ് ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുക. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ കമ്പനിയിലേക്ക് ചെന്നു. ഇപ്പോ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്, എലാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. സോ നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ആയിരുന്നു നമുക്ക് മാക്സിമം സ്റ്റുഡൻസിന് ക്ലാസ്സസ് കൊടുക്കണം, ഓഫ്ലൈൻ ക്ലാസ്സസ് കൊടുക്കണം എന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയതായിട്ട് കുറെ ബിൽഡിങ്ങുകൾ എടുത്തു, അതിൽ കുറെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്തു, പുതിയ ഫാക്കൽറ്റീസിനെ റിക്രൂട്ട് ചെയ്തു, സ്റ്റാഫുകളെ എടുത്തു, ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ ഗവൺമെന്റ് പെട്ടെന്ന് പറയുന്നു കൊറോണയുടെ ഒരു പുതിയ വേവ് വരാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അത് കാരണം കൊണ്ട് ആരും ഓഫ്ലൈൻ ക്ലാസ്സസ് റൺ ചെയ്യാൻ പാടില്ല എന്നും. നമ്മൾ ഇത്രയും നാളും ചെയ്ത ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ എന്താവും, വെറുതെ ആവും. സോ ഡ്യൂ ടു വിച്ച് നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല.
ഇതിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയാം. സോ ഇത് ഉണ്ടാവണം നിർബന്ധമില്ല, ദിസ് ഇസ് ജസ്റ്റ് എ പോസിബിലിറ്റി. അതാണ് റിസ്ക് എന്ന് നമ്മൾ പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ പറയാം, എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇവന്റ് കാരണം കൊണ്ടോ സർക്കംസ്റ്റൻസ് കാരണം കൊണ്ടോ നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഇനാക്ഷൻ കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പം ബിസിനസ് റിസ്കുകളുടെ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ ബിസിനസ് റിസ്ക് എന്താണോ ആ ബിസിനസ് റിസ്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവണം? ഐഡന്റിഫൈ ചെയ്യണം സിനാരിയോക്കകത്തുനിന്ന്. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം വൈ ഇറ്റ്സ് എ ബിസിനസ് റിസ്ക്, എന്തുകൊണ്ടാണ് അത് ബിസിനസ് റിസ്ക് ആവുന്നത് എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. മൂന്നാമതായിട്ടാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇമ്പാക്ട് ഓൺ FS അല്ല ബിസിനസ് റിസ്കിന്റെ കേസിൽ എഴുതുന്നത്. ബിസിനസ് റിസ്കിന്റെ കേസിൽ നമ്മൾ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി ആയിരിക്കും എഴുതുന്നുണ്ടാവുക. വിച്ച് മീൻസ് നമ്മളിവിടെ എന്തായിരിക്കും സ്പെസിഫിക്കലി പറയേണ്ടി വരുന്നത്? ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോസിന്റെ മേലെ വരാൻ പോകുന്ന ഇമ്പാക്ട്, കമ്പനിയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർജിന്റെ മേലെ വരാൻ പോകുന്ന ഇമ്പാക്ട്, അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഗോയിങ് കൺസേണിന്റെ മേലെ വരാൻ പോകുന്ന ഇമ്പാക്ട്, ദെൻ നമ്മുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ് വിൽ, അതുമല്ലാന്നുണ്ടെങ്കിൽ ബ്രാൻഡ് നെയിം, അതിന് മേലെ വരാൻ പോകുന്ന ഇമ്പാക്ട്. ഇങ്ങനെയുള്ള ഇമ്പാക്റ്റിനെ കുറിച്ചായിരിക്കണം നമ്മൾ പറയുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഇറ്റ് മേ ലീഡ് ടു ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്, ഓവർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ലയബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ പാടില്ല. ഇറ്റ് വിൽ ലീഡ് ടു reducing the profit margin of the company. This will affect the going concern ability. This will reduce the reputation of the company. This will affect the goodwill. This will reduce the cash flows. ഇങ്ങനെയുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക ബിസിനസ് റിസ്കിന്റെ കേസിൽ. അപ്പൊ എപ്പോഴും സിനാരിയോക്കകത്ത് ബിസിനസ് റിസ്കുകൾ ഓരോന്നും ഐഡന്റിഫൈ ചെയ്യുക, അത് എന്തുകൊണ്ടാണ് ബിസിനസ് റിസ്ക് ആവുന്നത് എന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക, അത് കാരണം വരാൻ പോകുന്ന ഇമ്പാക്ട് ഓൺ FS എന്താണോ ആ ഇമ്പാക്ട് ഓൺ FS എന്താണെന്നുള്ളതും പറയാം. സോറി, ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്താണോ ഇമ്പാക്ട് ഓൺ എൻറ്റിറ്റി എന്താണെന്നുള്ളതും പറയാം. ആൻഡ് സെയിം ആസ് ദാറ്റ് ഓഫ് ഓഡിറ്റ് റിസ്ക്, നമ്മൾ ബിസിനസ് റിസ്കിന്റെയും നോട്ട്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ഐ വിൽ ഷെയർ ദാറ്റ് സെയിം നോട്ട്സ് ഓൾസോ. ഇവിടെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു ഇന്റർനാഷണൽ ഓപ്പറേഷൻ, നമ്മുടെ കമ്പനി ഇന്റർനാഷണൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് പോവാണെന്ന് പറയും. അപ്പൊ നമുക്ക് അവിടെ പറയാൻ പറ്റുന്ന ബിസിനസ് റിസ്ക് എന്താ? ഇന്റർനാഷണൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഈ ഫോറിൻ കൺട്രിയുടെ ലോ ആൻഡ് റെഗുലേഷനായിട്ട് നമ്മൾ ഫെമിലിയർ ആയിരിക്കില്ല. സോ നോൺ കംപ്ലയൻസ് വിത്ത് ദോസ് ലോ ആൻഡ് റെഗുലേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അത് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ദ ക്യാൻ ബി ചാൻസസ് ഓഫ് ഹാവിംഗ് സിഗ്നിഫിക്കന്റ് പെനാൽറ്റി ആൻഡ് ഫൈൻ ഫോർ ദ കമ്പനി. ദെൻ നമ്മൾ പറയും നമ്മൾ ഫോറിൻ കറൻസിയിലായിരിക്കും ആ സിറ്റുവേഷൻ ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യുക. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പനിയുടെ റവന്യൂയും ക്യാഷ് ഫ്ലോ ഒക്കെ എന്താവും? വോളറ്റൈലായി മാറും. സോ ക്യാഷ് ഫ്ലോസും പ്രോഫിറ്റും നമുക്ക് പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരും. നമ്മളോട് ക്വസ്റ്റ്യൻ പറയാണ്, ഒരു സിംഗിൾ സപ്ലൈനെ ബേസ് ചെയ്താണ് നമ്മുടെ കമ്പനിയുടെ ട്രേഡ് മൊത്തം മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? സിംഗിൾ സപ്ലൈനെ ബേസ് ചെയ്താണ് ട്രേഡ് മൊത്തം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, എങ്ങാനും ഈ സപ്ലൈർ ഓൺ ടൈമിൽ നമുക്ക് പ്രൊഡക്ട്സ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ നിന്ന് പോകും, നമുക്ക് കസ്റ്റമർ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല, കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവും, ലോസ് ഓഫ് റവന്യൂ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഓരോ കോമൺ പോയിന്റ്സുമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാണ് നമ്മുടെ കമ്പനി മറ്റൊരു കമ്പനിയുടെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്ത് പറയും? മറ്റൊരു കമ്പനിയുടെ ബ്രാൻഡ് നെയിം യൂസ് ചെയ്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇൻ കേസ് എങ്ങാനും നമ്മൾ അക്യൂർ ചെയ്യുക ബ്രാൻഡ് ഏതാണോ ആ ബ്രാൻഡിന്റെ റെപ്യൂട്ടേഷൻ അഫക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആ പേരന്റ് എൻറ്റിറ്റി ചെയ്തു കഴിഞ്ഞാൽ, അത് ബ്രാൻഡ് ഓൺ ചെയ്യുന്ന കമ്പനി ആരാണോ ആ ബ്രാൻഡ് ഹോൾഡിംഗ് എൻറ്റിറ്റി ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കമ്പനിയുടെ റവന്യൂ അഫക്റ്റഡ് ആവും. അതേപോലെ തന്നെ ഒരു ബ്രാൻഡ് നെയിം സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടാണ് വാങ്ങിയെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ബ്രാൻഡ് നെയിമിന് വേണ്ടിയിട്ട് ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പർട്ടിക്കുലർ എമൗണ്ട് ഹ്യൂജ് ആയിട്ട് ഒറ്റയടിക്ക് പോകുന്ന കാരണം കൊണ്ട് ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും എന്നുള്ള റിസ്ക് പറയും. ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള റിസ്കുകളായിരിക്കും പറയാം. അതപ്പോൾ നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബട്ട് നിങ്ങൾ കയ്യിൽ നിന്നിട്ട് പറയരുത്, തന്നേക്കുന്ന ഡീറ്റെയിൽ വെച്ച് സിനാരിയോക്കകത്തുനിന്നുള്ള ഡേറ്റ വെച്ച് മാത്രമേ പറഞ്ഞു പോവുള്ളൂ. അപ്പോൾ ക്വസ്റ്റനിൽ തുടക്കത്തിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ഫുട്ബോളിന്റെ എന്തെങ്കിലും എൻറ്റിറ്റി ആണ്, അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയും കൺസ്ട്രക്ഷൻ ബിസിനസ് ആണ്, ടൂറിസം ആണ്, അവരെന്തെങ്കിലും കൈൻഡ് ഓഫ് ലെഷർ സർവീസസ് കൊടുക്കുന്നതാണ്, ചോക്ലേറ്റ് മാനുഫാക്ചറിങ് ആണ്, ലക്ഷറി ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ ആണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം ആ ഇൻഡസ്ട്രി എന്നുള്ള ചുറ്റുവട്ടത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്നാൽ ആ ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ടുള്ള ജനറൽ ആയിട്ട് നിങ്ങൾ മുന്നിൽ കാണാറുള്ള റിസ്കുകൾ എന്തൊക്കെയാണ് അത് വെച്ച് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, സോ എന്ത് കാര്യങ്ങൾ പറയുന്ന സമയത്തും തന്നേക്കുന്ന ഡീറ്റെയിൽ യൂസ് ചെയ്ത് മാത്രമേ പറയാവുള്ളേ. കൈ നിട്ട് പറയരുത്. കൈ നിട്ട് സിനാരിയോക്കകത്ത് ഇല്ലാത്ത ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. എപ്പോഴും പ്രോപ്പർലി ബേസ്ഡ് ഓൺ സിനാരിയോ തന്നെ നിങ്ങൾ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ക്ലിയർ ആയോ? സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ആ. സാറേ ഇപ്പം സിനാരിക്കകത്ത് ഇതിപ്പം
ഫോറിൻ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ സപ്ലൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ ഫോറക്സ് റിസ്കിന്റെ സംഭവം ബിസിനസ് റിസ്ക് ആയിട്ട് പറഞ്ഞൂടെ? പറയാം. അപ്പം Transportation ഇപ്പം ഒക്കെ പറയാം. അതിനെക്കാട്ട് റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കാണ്ട് നമ്മൾ ഫസ്റ്റ് ഈ പോയിന്റ് കണ്ടു, അപ്പൊ എന്നിട്ട് അത് എഴുതുന്ന രീതി ഇത് കുഴപ്പമുണ്ടാവുമോ? വേറെയും എടാ, വലിയ വലിയ അത് സംഭവങ്ങൾ ഞാൻ എപ്പോഴും നടക്കുന്നുണ്ടല്ലോ. പറയാറുള്ള പോലെ തന്നെ ക്വസ്റ്റ്യൻ ഫുള്ള് വായിച്ച് തീർത്തിട്ട് അതുപോലത്തെ ഒരു പരിപാടിക്ക് നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു കൗണ്ടർ പോയിന്റ് ചിലപ്പോൾ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? ഓക്കെ. അതായത് ഇപ്പൊ തുടക്കത്തിൽ നമ്മളോട് പറയും ഫോറിൻ സപ്ലയർ ഉണ്ടെന്ന് പറയും. ഏറ്റവും താഴെ ഇവർ പറഞ്ഞിട്ടുണ്ട് അവർ ഹെഡ്ജിങ് ചെയ്തിട്ടുണ്ടെന്ന്. മനസ്സിലായോ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഫോറക്സിന്റെ റിസ്ക് വരില്ല. പകരം ഫോറിൻ സപ്ലൈന്റെ ബാക്കിയുള്ള റിസ്കുകളില്ലേ, ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിരിക്കും, ഓൺ ടൈമിൽ പ്രൊഡക്ട്സ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷിപ്മെന്റ് അഫക്റ്റഡ് ആയി കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എഫക്ട് ചെയ്യും. അങ്ങനെയുള്ള പോയിന്റ്സ് മാത്രമേ അവിടെ വാലിഡ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ വായിച്ച് തീർന്നിട്ട് എഴുതി തുടങ്ങാവുള്ളൂ. നമ്മൾ കണ്ടു എന്ന് വിചാരിച്ച് നേരെ എഴുതി പോകരുത്. മനസ്സിലായോ? ഓക്കെ 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 സർ. ഓക്കെ. അല്ല, അതിന് സെയിം മാർക്ക് തന്നെ ആയിരിക്കില്ലേ? എന്നുവെച്ചാൽ ഭയങ്കര റെലവൻസ് ഉള്ള വേറെ പോയിന്റ് ഉണ്ടെങ്കിലും സെയിം മാർക്ക് തന്നെ കിട്ടില്ലേ? അതായത് ഞാൻ പറഞ്ഞിട്ടില്ല, എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എഴുതുന്നത്. അപ്രോപ്രിയറ്റ്ലി ജസ്റ്റിഫൈഡ് ആണെങ്കിൽ വിൽ ഗെറ്റ് ദ മാർക്സ്. ഓക്കെ സർ. ഓക്കെ, ഫൈൻ. അപ്പൊ റിസ്കിന്റെ കേസിൽ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു കൺസിഡർ വൈൽ ഗിവിംഗ് യുവർ ആൻസർ. അപ്പം ബിസിനസ് റിസ്ക് ആണെങ്കിലും ഓഡിറ്റ് റിസ്ക് ആണെങ്കിലും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. ഇനി ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു, ദർ ആർ കേസസ് വേ യു വിൽ ബി ഗെറ്റിംഗ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കൂടെ തന്നിട്ട് അത് വെച്ചിട്ടുള്ള റിസ്ക്കും കൂടി നിങ്ങളോട് കൺസിഡർ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടുള്ള റിസ്കുകൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ഓക്കെ, അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് റിസ്ക് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടുള്ള റിസ്ക് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഒന്ന് ക്വിക്ലി. ഓക്കെ, അത് മെയിൻലി ഞാൻ പറഞ്ഞത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റിന്റെ കേസിലാണ്. നിങ്ങൾക്ക് ഈ തന്നേക്കുന്ന പോലെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള FS തന്നിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള FS തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും കൂടി ചെയ്തിട്ട് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഇല്ല, നിങ്ങളോട് ചിലപ്പോൾ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറയണം നിർബന്ധമില്ല, നിങ്ങളോട് റിസ്ക് കൺസിഡർ ചെയ്യാനായിരിക്കും പറയാം. ഇതിനിങ്ങനെയുള്ള ടോട്ടൽ ആയിട്ടുള്ള FS ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പം FS തരുന്ന സമയത്ത് നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള അനലിറ്റിക്കൽ പ്രൊസീജിയറിന്റെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ലൈക്ക് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, പിന്നെ ഏതാ റിസീവ്സ് ഡേയ്സ്, ഇൻവെന്ററി ഡേയ്സ്, പേബിൾസ് ഡേയ്സ്, കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഇൻട്രസ്റ്റ് കവർ റേഷ്യോ, ഗിയറിംഗ്, ഇഫക്റ്റീവ് ടാക്സ് റേറ്റ്, അങ്ങനെയുള്ള എല്ലാ റേഷ്യോസും കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് അത് വെച്ചിട്ടുള്ള റിസ്ക് നിങ്ങൾക്ക് സംസാരിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിന്റെയും മൂവ്മെന്റ് നോക്കുക. നമ്മൾ പറഞ്ഞിരുന്നു ഇൻവേഴ്സ് റിലേഷൻസ് വരുന്ന കേസ് ഉണ്ട്. അതായത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ നമ്മൾ പറയും GP മാർജിൻ കൂടണം എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും. സോറി, ഒന്നുകൂടെ പറയാവേ, കൺഫ്യൂസ്ഡ് ആയി. നമ്മളോട് പറയാണ് കമ്പനിയുടെ GP മാർജിൻ കൂടി, OP മാർജിൻ കുറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം GP മാർജിൻ കൂടണമെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറഞ്ഞിട്ടുണ്ടാവും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കുറയണം എന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ അസ്യൂം ചെയ്യുന്ന എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് സെയിൽസ് കുറഞ്ഞു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടി. സോ വി വിൽ കൺസിഡർ ദാറ്റ് ദി എക്സ്പെൻസസ് ദാറ്റ് നീഡ് ടു ബി ഇൻക്ലൂഡഡ് വിത്തിൻ ദ cost of sales might be misclassified into operating expenses, leading to overstated operating expense and understated cost of sales. അതായിരിക്കും നമ്മൾ അസംഷൻ ഇടുക. അതേപോലെ തന്നെ ഇൻവെന്ററി ഡേയ്സ് കൂടി. അപ്പൊ നമ്മൾ എന്താ അസ്യൂം ചെയ്യും? The inventory days has been increased as compared with that of the prior year. Therefore, there can be chances of having slow moving or obsolete inventory, which need to be written down to the lower of cost or NRV as per IAS2. If not, value of inventory will be overstated. Same as that, if the receivables days have been increased, we can assume that there can be chances that there will be possibility of having bad and doubtful debts for the company, in which case we need to either write off the bad and doubtful debts or എന്ത് ചെയ്യണം എന്ന് പഠിച്ചിട്ടുള്ളത്? Allowance for Allowance, receivables. loss allowance created. If not, receivables will be overstated. നമ്മൾ പഠിച്ചല്ലേ? Yes, sir. ഓക്കെ, Yes. അങ്ങനെയുള്ള റിസ്കുകൾ കോമൺ ആയിട്ടുള്ളത് പറയാം. അങ്ങനെ നിങ്ങൾക്ക് എഴുതി പോവാം.
എന്നിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് അഡ്വേഴ്സ് റേഷ്യോസ് ഉണ്ട്. സിനാരിയോക്കകത്ത് ഗോയിങ് കൺസേണിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കൻ ഓൾസോ കൺസിഡർ ദ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ. ഇഫ് ഇൻ കേസ് ഓഫ് എനി അൺസർട്ടനിറ്റി ഇറ്റ് ഹാസ് ടു ബി ആഡിക്വറ്റ്ലി ഡിസ്ക്ലോസ്ഡ്. ഇഫ് നോട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡിസ്ക്ലോഷേഴ്സ് മിസ്റ്റേറ്റഡ് ആയിരിക്കും എന്നുള്ള റിസ്ക് പറയാം. അപ്പൊ അങ്ങനെ കോമൺ ആയിട്ടുള്ള റിസ്കുകളൊക്കെ നിങ്ങൾ പറഞ്ഞു പോവുക. ബട്ട് നിങ്ങൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ജനറിക് ആയിട്ട് പറയാറുള്ള കാര്യങ്ങളാണ് കുറെ. ബട്ട് നിങ്ങൾ സിനാരിയോ വായിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ അതും എഫ് എസും കൂടെ തമ്മിൽ മാച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് സിനാരിയോക്കകത്ത് പറയുന്നുണ്ട് നമ്മുടെ കമ്പനിക്ക് ഒരു സബ്സിഡറി ഉണ്ട് എന്നുള്ളത്, സോറി അസോസിയേറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് നമുക്കറിയാം whenever a company has got an associate they should always follow the equity method whereby share of profit from associate should be shown as a single line item in the head of FS. അപ്പൊ SOPL-നകത്ത് സിംഗിൾ ലൈൻ ആയിട്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം അസോസിയേറ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല, ഫസ്റ്റ് റിസ്ക് ആണ്. ഇനി SOFP-ൽ കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ് along with the share of profit കാണിച്ചിട്ടുണ്ട്, സോ ദാറ്റ്സ് ഫൈൻ. ബട്ട് ഇവിടെ അത് ഇഷ്യൂ ആണ്, മിസ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം. ഇപ്പൊ കമ്പനി ഫെയർ വാല്യൂ ത്രൂ P&L കമ്പനിയുടെ ഫെയർ വാല്യൂ മെഷർമെന്റിലാണ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി കാണിച്ചേക്കുന്നത് IAS 40. അപ്പൊ നമുക്കറിയാം അവിടെ ഇൻക്രീസ് ഇൻ ഫെയർ വാല്യൂ ഉണ്ടോ എന്ന് നോക്കണം അറ്റ് ദി ഇയർ എൻഡ്. യെസ്, ദർ ഈസ് ഇൻക്രീസ് ഇൻ ഫെയർ വാല്യൂ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ദർ ഷുഡ് ബി ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം ദി ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. അത് നമ്മൾ ഗെയിൻ ഓൺ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി എന്തായിട്ട് കാണിക്കണം? P&L കാണിക്കണം. കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല, OCയിലാണ് കാണിച്ചേക്കുന്നത്. റിസ്ക് ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെയുള്ള റിസ്കുകൾ നിങ്ങൾ മാച്ച് ചെയ്യുക. അപ്പം സിനാരിയോ വായിച്ചു പോകുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ എന്ത് ചെയ്ത് നോക്കാം, SOFP-യും P&L-ഉം വരാനുള്ള ഐറ്റംസ് ഓരോന്നും കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ സിനാരിയോ മൊത്തം വായിച്ചു തീർക്കണം. അതിനുശേഷം SOFP വരിക. SOFP വന്നിട്ട് കറണ്ട് ഇയറും പ്രീവിയസ് ഇയറും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കണം. അൺയൂഷ്വൽ വേരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് FS റിഫ്ലക്ട് ചെയ്യേണ്ട അക്കോർഡിംഗ്ലി വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇപ്പൊ PP-യുടെ വാല്യൂ 2 വർഷം സെയിം ആണ്, ഇറ്റ്സ് സംതിങ് അൺയൂഷ്വൽ അല്ലേ? കാരണം എന്താ, ഡിപ്രിസിയേഷൻ വരണം, വന്നിട്ടുണ്ടാവില്ല. സോ റിലേറ്റഡ് റിസ്ക് നിങ്ങൾ പറയാം. അതേപോലെ തന്നെ ഇപ്പം ബ്രാൻഡ് നെയിം കറണ്ട് ഇയറിലും പ്രീവിയസ് ഇയറിലും സെയിം വാല്യൂ തന്നെയാണ്. നോ ഇംപെയർമെന്റ്, നോ അമോർട്ടൈസേഷൻ ചാർജസ് റെക്കഗ്നൈസ്, റിസ്ക് നിങ്ങൾക്ക് പറയാം. ഇനി അതേപോലെ തന്നെ ഇപ്പൊ റീറ്റെയിൻ ഏണിങ്സിന്റെ അകത്ത് 9,400 ഇൻക്രീസ് വന്നിട്ടുണ്ട്. സോ കറണ്ട് ഇയർ പ്രോഫിറ്റ് ആയിരിക്കാം. അപ്പൊ നമ്മൾ നോക്കണം പ്രോഫിറ്റിൽ എത്രയാണുള്ളത്. സോ പ്രോഫിറ്റ് ഈസ് 9,700. 9,400 ആണ് റീറ്റെയിൻ ഏണിങ്സ് വന്നിട്ടുള്ളത്. സോ ബാക്കി 300 മിസ്സിംഗ് ആണ്. എവിടെ പോയി? ഡിവിഡൻഡ് ആണോ? അങ്ങനെ ഡിവിഡൻഡ് ഡിസ്ക്ലോഷർ കൊടുക്കണം. കൊടുത്തിട്ടുണ്ടാവില്ല, റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് പറയാം. കമ്പനിയുടെ ലോൺ നോക്കുക. കറണ്ട് ഇയറിലും പ്രീവിയസ് ഇയറിലും ലോണിന്റെ എമൗണ്ട് സെയിം ആണ്. സോ ലോൺ എമൗണ്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അവിടെ ഫിനാൻസ് കോസ്റ്റ് സെയിം ആയാൽ മതി. ആണോ നോക്കുക. ഫിനാൻസ് കോസ്റ്റ് സെയിം ആണ്. സോ നോ ഇഷ്യൂസ്. ഇപ്പം ലോണിന്റെ എമൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ങിൽ ഫിനാൻസ് കോസ്റ്റ് കുറഞ്ഞോ നോക്കുക. ലോണിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ കൂടിയോ നോക്കുക. ഇല്ലെങ്കിൽ അതും ഇഷ്യൂ ആയിട്ട് പറയാം. സോ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്തു പോകുന്നത്. പിന്നെ SOPL വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, റവന്യൂ കോസ്റ്റ് ഓഫ് സെയിൽസിന്റെ മൂവ്മെന്റ് നോക്കാം. പെർസെന്റേജ് ഇൻക്രീസ് എത്രയാണ്, റവന്യൂന് കറസ്പോണ്ടിങ്ങിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് കൂടിയിട്ടുണ്ടോ നോക്കാം. GP മാർജിൻ OP മാർജിൻ കാൽക്കുലേറ്റ് ചെയ്ത് ഡയറക്റ്റ് ഓർ ഇൻവേഴ്സ് റിലേഷൻ ആണോ നോക്കാം. അങ്ങനെയും ചെയ്യാം. സോ ദിസ് ഈസ് ഹൗ യു വിൽ ബി ഡൂയിങ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. സോ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും റേഷ്യോസ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല, ഇങ്ങനെയുള്ള ട്രെൻഡ് കൺസിഡർ ചെയ്യുന്നതും അനലിറ്റിക്കൽ പ്രൊസീജിയർ തന്നെയാണ്. ഇതാണ് അനലിറ്റിക്കൽ പ്രൊസീജിയർ. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? Yes, sir. യെസ് പ്ലീസ്. നോക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ റവന്യൂ റിസീവബിൾ ഡേയ്സും പേയബിൾ ഡേയ്സും ഒക്കെ ഇപ്പൊ ഒരു ഭയങ്കര സ്ലൈറ്റ് വേരിയേഷൻ ഉള്ളൂ എന്ന് വിചാരിക്കുക പ്രീവിയസ് ഇയറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ അത് റിസ്ക് ആയിട്ട് പറയൂ. അത് എങ്ങനെയാണ് എത്ര നമുക്കൊരു അത് ഇങ്ങനെ പർട്ടിക്കുലർ ബെഞ്ച് മാർക്ക് ഒന്നും ഇല്ലടാ. നമുക്കൊരു റീസണബിൾ ആയിട്ട് ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു 10 ദിവസത്തിന്റെ ഒക്കെ മാറ്റം വരുന്ന സമയത്തല്ലേ നമ്മൾ നോർമലി ഡേയ്സ് കൂടി എന്നുള്ള പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ 10 ദിവസത്തിൽ പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന പൈസ 11 ദിവസത്തിൽ കിട്ടുന്നു. അതിൽ വലിയ മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? 5 ഉള്ളത് ഒരു 9 ആയി, അങ്ങനെ അപ്പോ സിഗ്നിഫിക്കന്റ് ആണോ? അങ്ങനൊക്കെ 5 ഉള്ള 9 ആയി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആ ഒരു പെർസെന്റേജ് വേരിയേഷൻ എത്ര വന്നു നോക്കിയാൽ മതി. ഇപ്പൊ 5 എന്നുള്ളത് 9 ആയി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാ. അതേ സ്ഥാനത്ത് 55 എന്നുള്ളത് 59 ആയി എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലല്ല. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് 5 ഡേയ്സ് എന്നുള്ളതല്ല, ഓവറോൾ എത്ര ഇൻക്രീസ് വന്നു നോക്കിയത്. 5 എന്നുള്ളത് 9 ആയി എന്ന് പറയുമ്പോൾ എന്തായി, 100% ഇൻക്രീസ് ആയി. പക്ഷെ 55 എന്നുള്ളത് 59 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചിലപ്പോൾ 10% ഇൻക്രീസ് വന്നിട്ടുണ്ടാവുള്ളൂ. മനസ്സിലായോ? ഓക്കെ.
അപ്പൊ അത് ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ എടുത്താൽ മതി കേട്ടോ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസമൊക്കെ മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ കുറിച്ച് പറയാം. ഓക്കെ, അതേപോലെ Sir, സാർ നമുക്ക് ഈ അനലിറ്റിക്കൽ പ്രൊസീജിയർ ഓഡിറ്റ് റിസ്കിന്റെ ചോദിച്ചാലും റിസ്ക് ഓഫ് മീറ്റിംഗ് മിസ്റ്റേക്ക് രണ്ട് ചോദിച്ചാലും എഴുതാലും. ആ നമ്മൾ രണ്ടിടത്ത് എഴുതുന്ന മെത്തേഡ് ഡിഫറെന്റ് ആണെന്നുള്ളൂ. ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന്റെ കേസിൽ നമ്മൾ അനലിറ്റിക്കൽ പ്രൊസീജിയർ എഴുതാന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊസീജിയർ ആസച്ച് എന്തായിരിക്കും അല്ല, പറയുന്നുണ്ടാവുക, അവിടെ നമ്മൾ പ്രൊസീജിയർ കാൽക്കുലേറ്റ് ഞാൻ ചെയ്യായിരിക്കുമല്ലോ റിസ്കാ ചെയ്യുന്നുണ്ടാവുക. ചെയ്യുന്നത്. ഓഡിറ്റ് റിസ്ക് ചോദിച്ചാലും റിസ്ക് ഓഫ് മെറ്റീരിയൽ അത് മിസ്റ്റേക്ക്. രണ്ടിലും കോമൺ ആണ്. കാരണം അവിടെ എന്താ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓഡിറ്റ് റിസ്ക്കും റിസ്ക് ഓഫ് മെറ്റീരിയൽസ് മിസ്സ്റ്റേറ്റ്മെന്റും തമ്മിൽ വരുന്ന ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ റിസ്കിന്റെ ഏരിയയിൽ മാത്രമാണ്, വേറെ ഒന്നിലും മാറ്റമില്ല. ഓക്കെ, പിന്നെ ഇപ്പം പ്രത്യേകം നിങ്ങളോട് അനലിറ്റിക്കൽ പ്രൊസീജിയർ ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സസ് കമ്പ്യൂട്ടേഷനിലേക്ക് പോകണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് മാക്സിമം 3 മാർക്കാണ് കമ്പ്യൂട്ടേഷൻ വൈസ് കിട്ടുക. അപ്പൊ നിങ്ങളവിടെ 100 കാൽക്കുലേഷൻ ചെയ്താലും 3 മാർക്ക് തന്നെ കിട്ടുള്ളൂ. ബട്ട് പെർ കാൽക്കുലേഷൻ ഹാഫ് മാർക്ക് വെച്ച് കിട്ടുകയും ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള റേഷ്യോസ് ഒന്നും ചെയ്തു പോകണ്ട. നിങ്ങൾ മാക്സിമം ഒരു 6 or 7 റേഷ്യോസ് ഒക്കെ മാക്സിമം ചെയ്താൽ മതി, ഇൻക്ലൂഡിങ് ട്രെൻഡ്. കാരണം നമുക്ക് അത്രയും മാർക്കേ കിട്ടുള്ളൂ അതിന്. ഓക്കെ, അല്ല സർ, ഇൻ ടോട്ടൽ എപ്പോഴും 3 മാർക്സ് ഉണ്ടാവുന്നതാണോ? കമ്പ്യൂട്ടേഷന് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടേഷൻസിന് അപ് ടു 3 മാർക്ക് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അതിന്റെ സെപ്പറേറ്റ് എക്സ്പ്ലനേഷൻ അല്ല, കമ്പ്യൂട്ടേഷൻ കേട്ടോ. ഓക്കെ, sir, ആ suppose നമുക്ക് റിക്വയർമെന്റിൽ ഒരു 20 മാർക്സിനാണ് റിസ്ക് വിത്ത് അനലിറ്റിക്കൽ പ്രൊസീജിയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഉം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ഒരു എത്ര റിസ്ക് എഴുതേണ്ടി വരും, ഇൻക്ലൂഡിംഗ് നമ്മളിപ്പം അനലിറ്റിക്കൽ പറയാറുള്ള തന്നെ പ്രൊസീജിയർ? മെറ്റീരിയാലിറ്റിയുടെ ഏരിയയിലേക്ക് ഒരു 2 മാർക്ക് അലോക്കേറ്റ് ചെയ്യുന്നു, ബാക്കി ഡിവൈഡഡ് ബൈ 2 ചെയ്യുക, എന്നിട്ട് മേക്ക് എ മിക്സ് ഓഫ് ബോത്ത് റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആൻഡ് വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. അതായത് ഇപ്പം 20 മാർക്കിനാണ് 18/2 ചെയ്യുക, -2 ചെയ്തിട്ട് 18/2 ചെയ്യുക. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 9 റിസ്ക്. 9 റിസ്ക് എന്ന് പറയുന്നതിൻ്റെ അത് വലിയ റിസ്ക് ഉണ്ടാവും, ചെറിയ റിസ്ക് ഉണ്ടാവും. റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതാം, വിത്തൗട്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എഴുതാം. കാരണം ജനറിക് റിസ്കുകൾക്ക് നമുക്ക് 1.5 മാർക്സ് ആയിരിക്കും കിട്ടുക. ഈ റിസ്ക് വിത്ത് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എല്ലാം കൂടി പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്ത് മെറ്റീരിയാലിറ്റി എല്ലാം പറഞ്ഞു വരുന്നതിന് അപ് ടു 3 മാർക്ക് അല്ലെങ്കിൽ 3.5 മാർക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ വി വിൽ മേക്ക് എ ബാലൻസ് ഓഫ് ബോത്ത്. അതാ നമ്മൾ പറഞ്ഞ 9 പോയിന്റ്സ് എഴുതുക, വിച്ച് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ബോത്ത് റിസ്ക് വിത്ത് ട്രീറ്റ്മെന്റ് ആൻഡ് വിത്തൗട്ട് ട്രീറ്റ്മെന്റ്. മനസ്സിലായോ? ഓക്കെ സർ. ഓക്കെ, അതേ സ്ഥാനത്ത് ഈ സെയിം അസംഷനിൽ ബിസിനസ് റിസ്ക് എടുക്കല്ലേ. ബിസിനസ് റിസ്കിന് നമുക്ക് മാക്സിമം അപ് ടു 2 മാർക്ക് എന്ന് അവർ പറയുന്നത്. സോ വിൽ അസ്യൂം ദാറ്റ് വി വിൽ ബി ഗെറ്റിംഗ് 1.5 മാർക്ക് പെർ പോയിന്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 10 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഡിവൈഡഡ് ബൈ 1.5 വെച്ചിട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 6 to 7 പോയിന്റ്സ് എഴുതുക. ഓക്കെ, ബട്ട് അഗെയിൻ ഇത് എഴുതുന്ന സമയത്തും ശ്രദ്ധിക്കുക, മേക്ക് ഷുവർ ദാറ്റ് യു ആർ അലോക്കേറ്റിംഗ് 1.8 മിനിറ്റ്സ് പെർ മാർക്ക്. അപ്പോൾ 10 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് എക്സാക്ട്ലി 7 പോയിന്റിലേക്ക് എത്തിക്കാനായിട്ടുള്ള നോക്കുമ്പോൾ അത് എത്ര മിനിറ്റ് തീർക്കുകയും ചെയ്യണം, 18 മിനിറ്റ് തീർക്കുകയും ചെയ്യണം. ആൻഡ് ഇഫ് യു നോട്ട് ഏബിൾ ടു കംപ്ലീറ്റ് ദാറ്റ്, സ്കിപ്പ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അപ്പോൾ ടൈം മാനേജ്മെന്റിനോട് അത് കൺസിഡർ ചെയ്തിട്ട് ചെയ്യാവുള്ളൂ, മൊത്തം എഴുതി തീർക്കാൻ നിൽക്കുകയും ചെയ്യല്ലേ. ഓക്കെ സർ. ഓക്കെ, ഓൾറൈറ്റ്. ഇനി നമുക്ക് ഉണ്ടായിരുന്ന ഒരു കോർ ഏരിയ ആയിരുന്നു ഏരിയ ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ്ലി ശ്രദ്ധിക്കുക, കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞു നിർത്തിയതിൻ്റെ അകത്തെ ബിസിനസ് റിസ്ക്കും ഓഡിറ്റ് റിസ്ക്കും ഇന്ന് തന്നെ വായിക്കണം കേട്ടോ. ഓക്കെ, ഇനിയും വായിക്കാനുണ്ട്, എത്തിക്സിൽ നമുക്ക് വായിക്കാനുണ്ട്. സോ ബേസിക്കലി എത്തിക്സിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും, സോ നമുക്കറിയാം എത്തിക്സ് എന്ന് പറയുന്നത് ഡബിളിലെ ഒരു കുഞ്ഞ് ഏരിയ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ത്രിബിളിലെ ഒരു കടലാണ് എത്തിക്സ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ 50 മാർക്സിലും 25 മാർക്സിലും ഒക്കെ എത്തിക്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ യു മസ്റ്റ് ബി വെരി മച്ച് ഫെമിലിയർ വിത്ത് ദ കോൺസെപ്റ്റ്, ആൻഡ് കോൺസെപ്റ്റ് ഈസ് വെരി ഈസി. നമുക്ക് അവിടെ ആദ്യം തന്നെ പഠിക്കാനായിട്ടുണ്ടായിരുന്നു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രൊഫഷണൽ എത്തിക്സ് ആയിരുന്നു. ബിക്കോസ് ദ എക്സാമിനർ മൈറ്റ് ആസ്ക് യു ഫോർ എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ്, ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ആർ ദ ഇഷ്യൂസ് ദാറ്റ് ആർ അഗൈൻസ്റ്റ് ദ കോഡ് ഓഫ് എത്തിക്സ്. അപ്പം പ്രൊഫഷണൽ ഇഷ്യൂസ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ എന്താണ് കോഡ് ഓഫ് എത്തിക്സ് എന്നുള്ളത് പറയണം. നമ്മൾ പഠിച്ചിരുന്നു there are 5 ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. എന്തൊക്കെയായിരുന്നു? ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ, പ്രൊഫഷണൽ ബിഹേവിയർ അല്ലേ. അതിൽ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഓണസ്റ്റ് ആയിരിക്കണം എല്ലാ പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് റിലേഷൻഷിപ്പിലും എന്ന് പറയുന്നതായിരുന്നു ഇന്റഗ്രിറ്റി. ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ബയാസ്ഡ് ആവാൻ പാടില്ല, നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യണം, അൺഡ്യൂ ഇൻഫ്ലുവൻസുകളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആൻഡ് ഡ്യൂ കെയർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആസ് എ ACC മെമ്പർ നമ്മളെപ്പോഴും നമുക്കുള്ള നോളജ് അപ് ടു ഡേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടേയിരിക്കണം. വെനെവർ വി പ്രൊവൈഡ് എ സർവീസ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് സ്റ്റാൻഡേർഡ്സിന്റെ ബേസിസ് വേണം സർവീസസ് കൊടുക്കാൻ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞപ്പോൾ അവിടെ 2 കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന്,
ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പേർപ്പസിന് വേണ്ടിയാണ് ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്ത് അതർ ദാൻ ദാറ്റ് മറ്റൊരു പേർപ്പസിനും ആ ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ പാടില്ല. രണ്ട്, ഒരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ ഒബ്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ വി ഷുഡ് നോട്ട് ഡിസ്ക്ലോസ് ഇറ്റ് ടു എനി തേർഡ് പാർട്ടി അൺലെസ് ദർ ഇസ് എ ലീഗൽ ഓർ പ്രൊഫഷണൽ ഡ്യൂട്ടി. പ്രൊഫഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ എല്ലാ റെലവൻറ്റ് ലോ ആൻഡ് റെഗുലേഷനും കംപ്ലൈ ചെയ്യുന്നുണ്ടാവണം. പ്രൊഫഷണൽ ബോഡീനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പെർഫോം ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദീസ് ആർ ദ 5 ഫണ്ടമെന്റൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. ആൻഡ് ഇൻ കേസ് സിനാരിയോക്കകത്ത് എന്തെങ്കിലും നിങ്ങൾ ഡിസോണസ്റ്റ് ആയിട്ട് പെരുമാറുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് അഗൈൻസ്റ്റ് ഇന്റഗ്രിറ്റി. നിങ്ങൾ ഏതെങ്കിലും എത്തിക്കൽ ത്രെഡ്സ് ഉണ്ടാവുന്നതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ ഒബ്ജക്ടിവിറ്റി ഓഫ് ദി ഓഡിറ്റർ. എല്ലാ ത്രെഡ്സും ഒബ്ജക്ടിവിറ്റിക്ക് അഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾക്ക് നോളജ് ഇല്ലാതെ നിങ്ങൾ ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ് പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങൾ പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള ജഡ്ജ്മെന്റ്സ് എക്സ്പ്രസ് ചെയ്യുന്നു, സോ ദാറ്റ് വിൽ ബി അഗൈൻസ്റ്റ് പ്രൊഫഷണൽ കോമ്പിറ്റൻസ്. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന കേസ്, ഓഡിറ്റിംഗ് മൾട്ടിപ്പിൾ എൻറ്റിറ്റി ഇൻ കോമ്പിറ്റന്റ് മാർക്കറ്റ് ഓർ എൻറ്റിറ്റീസ് ദാറ്റ് ട്രേഡ് വിത്ത് ഈച്ച് അതർ, അവിടെയൊക്കെ കോൺഫിഡൻഷ്യാലിറ്റി എഫക്റ്റഡ് ആവാം. ആൻഡ് വെനെവർ യു ആർ നോട്ട് ആക്ടിംഗ് properly as an ACCA member or when you discredit the profession or the professional body, it's against the professional behavior. And നമ്മൾ ത്രെഡ്സ് ടു പ്രൊഫഷണൽ എത്തിക്സ് പറഞ്ഞു. നമ്മൾ പറഞ്ഞിരുന്നു there are 5 ethical threats to objectivity, which includes self-interest, self-review, advocacy, familiarity and intimidation. So out of which self-interest threat എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുത്തായിരുന്നു ഡിസ്കസ് ചെയ്ത്. ഐ റിക്വസ്റ്റ് എവ്രി വൺ ടു പ്ലീസ് ഗോ ത്രൂ ദ സെയിം തിങ് ടുഡേ ഇറ്റ് സെൽഫ്. ഞാൻ അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഇപ്പോൾ പറയുന്നത്. സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റാദർ ദാൻ അവർ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ആ ഒരു കേസിലാണ് സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് എന്ന് പറയുന്ന ത്രെട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, എൻ്റെ വൈഫ് ഇപ്പോൾ ക്ലയൻറ്റ് കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്, സോ ഐ മൈറ്റ് ആക്ട് ഇൻ ഫേവർ ഓഫ് ഹർ. എനിക്കിപ്പോൾ ക്ലയൻറ്റ് കമ്പനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇൻ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്, സോ ഇഫ് ഇറ്റ് ഈസ് പ്രൈസ് സെൻസിറ്റീവ്, അതിൻ്റെ അകത്തുള്ള ലോസ് ചെയ്യാൻ എന്നെ അഫക്ട് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. If I have recruited an accountant of the client company, I will not be able to talk against them. The client is offering me percentage-wise remuneration. The client is giving me 5% of total revenue as a consideration for audit service. So I won't be able to request the client to make any amendments to the revenue overstatement because it might affect my revenue. If I might have guaranteed the client for their particular bank loan, or if any of my partner is a member of the client company's board of directors, അവിടെ ഒന്നും എനിക്ക് ക്ലയന്റ് എഗനിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദിസ് ഈസ് ദ കോസ് ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ്. അവിടെ നമ്മൾ സേഫ് ഗാർഡ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റിന് കേസിൽ സേഫ് ഗാർഡ് എന്ന് പറയുന്നത് നമ്മൾ നോക്കണം. ഒരു ഇൻഡിവിജ്വൽ കാരണമാണ് പ്രശ്നം ഉണ്ടാവുന്നത്. ക്ലയന്റിന്റെ ക്ലയന്റ് കമ്പനിയിലുള്ള ആളെന്ന് പറയുന്നത് ഓഡിറ്റ് മാനേജറുടെ വൈഫാണോ, അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ കാരണം ഉണ്ടാകുന്ന പ്രോബ്ലം ആണെങ്കിൽ അയാളെ പിടിച്ച് പുറത്താക്കിയാൽ മതി. സോ വിൽ റിമൂവ് ദറ്റ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഫ്രം ദി എൻഗേജ്മെന്റ് ടീം. ഫേം ആസ് എ ഹോൾ അഫക്ട് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണോ, ദെൻ വി നീഡ് ടു ഡിക്ലൈൻ ദർ എൻഗേജ്മെന്റ്. ദെൻ നമ്മൾ പറഞ്ഞു ഫീസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റും. ലോ ബോളിംഗ് ആണെങ്കിൽ അലൗഡ് അല്ല, പെർസെൻറ്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ബേസിസ് ഉള്ള ഫീസ് അലൗഡ് അല്ല, ഓവർ ഫീസാണ് എൻഗേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അതാണ് സെൽഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. എപ്പോഴും ഇൻഡിവിജ്വൽ കാരണമാണെങ്കിൽ വി നീഡ് ടു റിമൂവ് ദർ ഇൻഡിവിജ്വൽ ഫ്രം ദ എൻഗേജ്മെന്റ് ടീം. ഫേം കാരണമാണെങ്കിൽ എൻഗേജ്മെന്റ് വേണ്ടാന്ന് വെക്കുക. ഇനി സെൽഫ് റിവ്യൂ ത്രെട്ട് എന്ന് പറയുന്ന സമയത്ത് ഓൺ ദ അതർ ഹാൻഡ്, സോ ഇഫ് വി ഹാവ് പ്രൊവൈഡഡ് എ പർട്ടിക്കുലർ സർവീസ് ടു ദ ക്ലയന്റ് അതർ ദാൻ ദ ഓഡിറ്റ് സർവീസ്, നമ്മൾ കൊടുത്ത വർക്ക് നമ്മൾ തന്നെ റിവ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ എന്ത് വരുള്ളൂ, സെൽഫ് റിവ്യൂ ത്രെട്ട് വരുള്ളൂ. അപ്പം നമ്മൾ ക്ലയന്റിന് എന്തെങ്കിലും ഒരു സർവീസ് ഓൾറെഡി ചെയ്ത് കൊടുത്തതിനെ കുറിച്ചോ ക്ലയന്റിന് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കാമോ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചാൽ മാത്രമേ സെൽഫ് റിവ്യൂ ത്രെട്ട് വരുള്ളൂ. ബട്ട് നമ്മൾ പറഞ്ഞു അവിടെ സേഫ് ഗാർഡ് ആണ് മെയിൻ. നമ്മൾ നോക്കേണ്ടത് ലിസ്റ്റഡ് ആണോ നോൺ ലിസ്റ്റഡ് ആണോ എന്നാണ്. ഇഫ് ദ ക്ലയന്റ് ഈസ് ലിസ്റ്റഡ് അതർ ദാൻ ഓഡിറ്റ് നമുക്ക് വേറൊരു സർവീസും കൊടുക്കുന്ന അലൗഡ് അല്ല. ലിസ്റ്റഡ് ക്ലയന്റ് ആണ്, നിങ്ങളുടെ അടുത്ത് പുതിയൊരു സർവീസ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് ടു പൊളൈറ്റ്ലി ഡിക്ലൈൻ ഇറ്റ്. ഓൺ ദ അതർ ഹാൻഡ് ക്ലയന്റ് ഈസ് നോൺ ലിസ്റ്റഡ് ആൻഡ് ദേ ആർ റിക്വസ്റ്റിംഗ് യുവർ സർവീസ്. അങ്ങനെ നോൺ ലിസ്റ്റഡ് ക്ലയന്റ് ആണ് അഡീഷണൽ സർവീസ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓഫർ ദം ഇഫ് യു വോണ്ട് ബൈ യൂസിങ് എ സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം. Any member of the engagement team, audit engagement team should not be involved in providing other services. But if it's a listed or a non-listed, already a service render ചെയ്ത് പോയി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ whoever who was involved in that service should be removed from the team, and we need to make sure that the audit work is being reviewed by an engagement quality control reviewer. അപ്പോൾ ഇതായിരുന്നു സെൽഫ് റിവ്യൂ ത്രെട്ടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്വക്കസി ത്രെട്ട് നമ്മൾ പറഞ്ഞു ഓഡിറ്ററായി നമ്മൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മാത്രമേ അവിടെ എന്ത് വരുള്ളൂ, അഡ്വക്കസി ത്രെട്ട് വരുള്ളൂ. നമ്മൾ പോയിട്ട് ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് എവിടെയെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അഡ്വക്കസി ത്രെട്ട് വരുള്ളൂ.
ആൻഡ് ബേസിക്കലി ദർ ആർ നോ സേഫ് ഗാർഡ്സ് ഇൻ കേസ് ഓഫ് അഡ്വക്കസി ത്രെഡ്. ഇപ്പൊ അഡ്വക്കസി ത്രെഡ് ഉണ്ടാവുന്ന സാഹചര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു റിമൂവ് ദാറ്റ് ഇൻഡിവിജ്വൽ ഫ്രം ദ we need to politely decline that request. Then next one is familiarity threat. So in case of familiarity threat, ഓഡിറ്ററായ നമ്മൾ നമ്മുടെ ക്ലയന്റിന് ഒരു പർട്ടിക്കുലർ സർവീസ് കൊടുക്കുകയാണ്. സോ ഓഡിറ്ററായ നമ്മളൊരു ക്ലയന്റിന് ഒരു പർട്ടിക്കുലർ സർവീസ് കൊടുക്കുന്ന സമയത്ത് അതർ ദാൻ ഓഡിറ്റ് സർവീസ് നമ്മൾ കുറേ നാളായിട്ട് സർവീസ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് വരും, നമ്മളും ക്ലയന്റും തമ്മിൽ ഒരു പരിചയം വരും. അതേപോലെ തന്നെ നമ്മളും ക്ലയന്റും എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഒരുമിച്ച് പോകുന്നതിനെ കുറിച്ച് പറയുന്നു. ഒഫീഷ്യൽ അല്ലാതെ വേറെ എന്തെങ്കിലും മീറ്റപ്സിനെ കുറിച്ച് പറയുന്നു. എൻ്റെ വൈഫ് ക്ലയന്റ് കമ്പനിയിലുള്ളതിനെ കുറിച്ച് പറയുന്നു. ഞാൻ നേരത്തെ ക്ലയന്റ് കമ്പനി വർക്ക് ചെയ്തതിനെ കുറിച്ച് പറയുന്നു. ഞാനും ക്ലയന്റ് കമ്പനിയിലെ സ്റ്റാഫും നേരത്തെ മറ്റൊരു ഫേമിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതിനെ കുറിച്ച് പറയുന്നു. അതായത് സമ്മറി പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്ററായ നമ്മളും ക്ലയന്റും തമ്മിൽ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് അല്ലാതെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വരുന്ന എല്ലാ സാഹചര്യത്തിലും എന്ത് വരും, ഫെമിലിയാരിറ്റി ത്രെഡ് വരും. സോ ഓഡിറ്റർ പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനേക്കാളും പേഴ്സണൽ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്തൊരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാലും യു ക്യാൻ ടോക്ക് അബൌട്ട് ദ പോസിബിലിറ്റി ഓഫ് ഹാവിംഗ് ഫെമിലിയാരിറ്റി ത്രെഡ്. ഇനി ഇന്റിമിഡേഷൻ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഫെമിലിയാരിറ്റി ത്രെഡിന്റെ കേസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, ആര് കാരണമാണോ ഇഷ്യൂ ഉണ്ടാകുന്നത് അവരെ എൻഗേജ്മെന്റ് ടീമിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഇനി ടോട്ടൽ ഫേം ആസ് എ ഹോൾ ഉണ്ടാകുന്ന ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻഗേജ്മെന്റ് വേണ്ടാന്ന് വെക്കുക. ഇന്റിമിഡേഷൻ ത്രെഡ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 3 വെർട്ടിക്കിൾസ് പഠിച്ചിരുന്നു. കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആൻഡ് ക്രീമേറ്റിംഗ് ലിമിറ്റേഷൻ ഇൻ ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്. കൊയേഷൻ എന്ന് പറഞ്ഞ ഓഡിറ്ററായി നമ്മളെ ക്ലയന്റ് ഭീഷണിപ്പെടുത്തുകയാണ് എന്തെങ്കിലും പറഞ്ഞാൽ അടുത്ത വർഷത്തെ ഓഡിറ്റ് തരൂലെന്നോ ഈ വർഷത്തെ ഫീസ് തരൂലെന്നോ നമ്മുടെ രജിസ്റ്റർ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, വിച്ച് മീൻസ് നമുക്ക് ആഡിക്വേറ്റ് ആക്സസ് ടു ഇൻഫർമേഷൻ തരുന്നില്ല, നമുക്ക് പ്രോപ്പർലി ക്ലയന്റ് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യുന്നില്ല, നമുക്ക് ഇൻവെന്ററി കൗണ്ടിലേക്ക് ആക്സസ് തരാതിരിക്കുക, ഫിനാൻസ് ഡയറക്ടറോട് സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുക, എംപ്ലോയീസിലേക്ക് അൺറെസ്ട്രിക്റ്റഡ് ആക്സസ് തരുന്നില്ല. ഇനി ഇതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അൺഡ്യൂലി നമുക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് നമ്മളെ പ്രഷറൈസ് ചെയ്യുന്നു. ഇതിനെയൊക്കെയാണ് ഇന്റിമിഡേഷൻ ത്രെട്ട് എന്ന് പറയാം. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു നമ്മളെപ്പോഴും മാനേജ്മെന്റ് അല്ലെങ്കിൽ ദോസ് ചാർജ് ഗവർണൻസുമായിട്ട് ഇഷ്യൂസ് ഡിസ്കസ് ചെയ്ത് സോർട്ട് ചെയ്യാൻ നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വി ഷുഡ് കൺസിഡർ റിസൈനിങ് ഫ്രം ദി എൻഗേജ്മെന്റ്. സോ ദീസ് ആർ ദ 5 എത്തിക്കൽ ത്രെഡ്സ്. അതായത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. അതായത് ഈ 5 ത്രെട്ടിന്റെ അകത്ത് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റുന്ന ത്രെട്ടാണ് സെൽഫ് റിവ്യൂവും അഡ്വക്കസിയും. കാരണം നമ്മളൊരു ക്ലയന്റിന് വർക്ക് ചെയ്ത് കൊടുക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ സെൽഫ് റിവ്യൂ വരുള്ളൂ. സെയിം എസ് ദാറ്റ് നമ്മൾ ക്ലയന്റിനെ റെപ്രസെന്റ് ചെയ്ത് എവിടെയെങ്കിലും സംസാരിച്ചാൽ മാത്രമേ അഡ്വക്കസി വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഈസിലി ട്രേസ് ചെയ്യാൻ പറ്റും. ഇനി സെൽഫ് ഇൻട്രസ്റ്റും ഫെമിലിയാരിറ്റിയും ഇന്റിമിഡേഷനും ആണ് ഓൾമോസ്റ്റ് സിമിലർ പോലെ വരുന്നത്. അതെങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക? നമ്മൾ നമ്മുടെ പേഴ്സണൽ ബെനിഫിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സാഹചര്യത്തിലാണ് സെൽഫ് ഇൻട്രസ്റ്റ് വരുന്നത്. ഞാനും ക്ലയന്റും തമ്മിലുള്ള പരിചയത്തിന് പുറത്ത് വരുന്ന ത്രെട്ടാണ് ഫെമിലിയാരിറ്റി എന്ന് പറയാം. സോ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ല അവിടെ നോക്കുന്നത്, പകരം ഒരു പ്രൊഫഷണൽ റിലേഷൻ ഇല്ലായ്മയാണ് നമ്മളവിടെ നോക്കുന്നത്. ഒരു പേഴ്സണൽ റിലേഷൻ ആണ് നമ്മളവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് ഫെമിലിയാരിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അത് യൂസ് ചെയ്ത് നമ്മളെ ത്രെറ്റനിങ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അത് ഇന്റിമിഡേഷനിലേക്ക് പോകുള്ളൂ. ഇങ്ങനെയാണ് 5 ത്രെട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞ അതിന് പുറമെ മാനേജ്മെന്റ് ത്രെട്ട് ഉണ്ട്. മാനേജ്മെന്റ് ത്രെട്ട് എന്ന് പറയുമ്പോൾ ഒരു ഫേം മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഓഡിറ്റ് ഫേമിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. അതിനെയാണ് മാനേജ്മെന്റ് ത്രെട്ട് എന്ന് വിളിക്കുക. സോ മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി എന്തെങ്കിലും ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് അസ്യൂം ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ എന്ത് വരുള്ളൂ, മാനേജ്മെന്റ് ത്രെട്ട് വരുള്ളൂ. ആൻഡ് നോർമലി അഡ്വക്കസിയുടെയും സെൽഫ് റിവ്യൂവിന്റെയും കേസിലായിരിക്കും മാനേജ്മെന്റ് ത്രെട്ടും കൂടത്തി വരുന്നുണ്ടാവുക. ആൻഡ് അഡീഷണലി നമ്മൾ പഠിച്ചിരുന്നു വെൻ വി ഓഡിറ്റ് മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ് ഇൻ എ കോമ്പറ്റന്റ് മാർക്കറ്റ് ഓർ എൻറ്റിറ്റീസ് ദാറ്റ് ട്രേഡ് വിത്ത് ഈച്ച് അതർ, പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനീസ് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന കമ്പനീസ് തമ്മിൽ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ there will be threat to objectivity and confidentiality because of conflict of interest. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഫസ്റ്റ് സേഫ് ഗാർഡ്സ് ആയിരുന്നു ഇമ്പോർട്ടൻ്റ് പറഞ്ഞിരുന്നത്. വി മസ്റ്റ് ഒബ്റ്റൈൻ പെർമിഷൻ ഫ്രം ബോത്ത് ദ ക്ലയൻസ്. 2 ക്ലയന്റിന്റെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യണം, പെർമിഷൻ ഒബ്റ്റൈൻ ചെയ്യണം. 2 പേരും പെർമിഷൻ തന്നാൽ മാത്രമേ നമുക്ക് എൻഗേജ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു. ആൻഡ് ഈ ബോത്ത് കമ്പനീസ് ഓഫ് ഗിവൺ us പെർമിഷൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെപ്പറേറ്റ് എൻഗേജ്മെന്റ് ടീം യൂസ് ചെയ്യുക 2 പേർക്കും വേണ്ടിയിട്ട്. വി മസ്റ്റ് ടേക്ക് പ്രൊസീജിയേഴ്സ് ടു പ്രിവെന്റ് ആക്സസ് ടു ഇൻഫർമേഷൻ. കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യുന്നുണ്ടാവണം. അതേപോലെ തന്നെ നമ്മൾ ഈ സേഫ് ഗാർഡ്സ് ഒന്നും റെഗുലർലി റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. അതുപോലെ തന്നെ ക്ലയന്റിന് ഇൻഡിപെൻഡൻസ് അഡ്വൈസും കൊടുക്കുന്നുണ്ടാവണം. അത് നമ്മൾ പറഞ്ഞ ഈ പറയുന്ന സേഫ് ഗാർഡ്സ് ഏതെങ്കിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലോ നമ്മൾ എൻഗേജ്മെന്റിൽ നിന്ന് റിസൈൻ ചെയ്യുക. വൺ ഓർ മോർ കോൺഫ്ലിക്റ്റിംഗ് എൻഗേജ്മെന്റിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് വി നീഡ് ടു കൺസിഡർ. സോ ദിസ് ഈസ് വാട്ട് വി ലേൺഡ് അബൌട്ട് ദ ഏരിയ ഓഫ് എത്തിക്സ്.
ആൻഡ് എത്തിക്സിന് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, വെനവർ യു ഗീവ് ആൻസേഴ്സ് ഫോർ എത്തിക്സ് ആദ്യം എത്തിക്കൽ ത്രെട്ട് എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. വൈ ഇറ്റ്സ് ആൻ എത്തിക്കൽ ത്രെട്ട് എന്നുള്ള കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ സേഫ് ഗാർഡ്സ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറേ എത്തിക്കൽ ത്രെഡ്സും സേഫ് ഗാർഡ്സും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓവർ ദിസ് നോട്ട്സ്. അപ്പം ഈ നോട്ട്സും വായിക്കണം. ഐ വിൽ ഷെയർ ദ സെയിം നോട്ട് ഓൾസോ. അപ്പോൾ ഈ നോട്ട്സും ഇന്ന് തന്നെ വായിച്ചു നോക്കുക. അപ്പോൾ വി വിൽ ഗെറ്റ് എ പ്രോപ്പർ ഐഡിയ അബൌട്ട് ദ ഏരിയ ഓഫ് എത്തിക്സ്. അപ്പോൾ ഏതൊക്കെയെന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് റിസ്ക്, ബിസിനസ് റിസ്ക്, എത്തിക്സ്. ക്ലിയർ ആണ് ഇത്രയും? ഇസ് എ ക്ലിയർ എവരിവൺ? Yes. ഓക്കെ. ഇനി എത്തിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഏരിയ ആയിരുന്നു ദ ഏരിയ ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, അല്ലേ? ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടായിരുന്നു നമുക്ക്. അത് നമ്മൾ പറഞ്ഞു ഓഡിറ്റ് പ്രൊസീജിയർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. ബോത്ത് ഇൻ 50 മാർക്സ് ക്വസ്റ്റ്യൻ ആൻഡ് 25 മാർക്സ് ക്വസ്റ്റ്യൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വരും. സോ പ്രൊസീജിയേഴ്സിന് ആൻസർ എഴുതുന്ന സമയത്ത് എന്താണോ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ അതെന്താന്നുള്ളത് പറയാം. നമുക്ക് വേണ്ട ഡോക്യുമെന്റ് അല്ലെ ഇൻഫർമേഷൻ എന്താണോ അതെന്താന്നുള്ളത് പറയണം. എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണോ നമ്മൾ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുന്നത് ആ പേർപ്പസ് എന്താണെന്ന് നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്യണം. സോ പലപ്പോഴും എല്ലാവരും വിട്ടുപോകുന്നൊരു കാര്യമാണിത്, പ്രോപ്പർലി പർപ്പസ് പറയാതിരിക്കുന്നത്. സോ പർപ്പസും കൂടി അപ്രോപ്രിയറ്റ്ലി പറഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് വേണ്ട പ്രൊസീജിയർ എന്താണെന്നുള്ളത് പറയണം, ഡോക്യുമെന്റിലെ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് പറയണം, പേർപ്പസ് പറയണം. അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കാണ് അമോർട്ടൈസേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചോദിച്ചു. അപ്പൊ നിങ്ങൾ സിനാരിയോക്കകത്ത് ആ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ അമോർട്ടൈസേഷനെ കുറിച്ച് എന്തൊക്കെയാണ് കഥ പറഞ്ഞേക്കുന്നത് ആദ്യമേ നോക്കുക. എന്നിട്ട് അവിടെ എന്തൊക്കെ കൺഫേം ചെയ്യണം എന്നുള്ള പർപ്പസ് നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യണം. എന്നാൽ ആ പർപ്പസിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സ് എഴുതണം. അപ്പോഴാണ് നമുക്ക് മാർക്ക് കിട്ടുക. അല്ലെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ പറഞ്ഞു ഒരു കമ്പനി, ആ കമ്പനി അവരുടെ ഒരു ഫാക്ടറി സൈറ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ കുറെ എംപ്ലോയീസ് റിഡൻഡന്റ് ആവും. അപ്പൊ ഒരു റിഡൻഡൻസി പ്രൊവിഷൻ വെച്ചു എന്ന് പറഞ്ഞു 1 lakhന്റെ. അപ്പൊ നിങ്ങൾ ആദ്യമേ ലോജിക്കൽ ആലോചിച്ച് നോക്കുക അവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. സോ കമ്പനി റിഡൻഡൻസി പ്രൊവിഷൻ വെച്ചിട്ടുണ്ട് 1,10,000. അപ്പൊ ആദ്യമേ അവിടെ ട്രീറ്റ്മെന്റ് ആലോചിക്കുക. ഏതാ സ്റ്റാൻഡേർഡ് വരിക? IAS 37 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർമലി ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട് വരും? പ്രോബബിൾ ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടോ എന്ന് നോക്കണം, പ്രസന്റ് ഒബ്ലിഗേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം, റിഡൻഡൻസി പ്രൊവിഷൻ അവർ വെച്ചിട്ടുണ്ട് അതിന്റെ റാഷണൽ എന്താണ്, അത് റീസണബിൾ ആണോ എന്ന് നോക്കണം, എമൗണ്ട് മാത്തമാറ്റിക്കലി കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം, എക്സ്പെൻസ് ബുക്സിൽ കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം, ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പൊ ഇനി എന്ത് ചെയ്യാം? എന്തൊക്കെയാ നോക്കേണ്ടതെന്നുള്ളത് മനസ്സിലായി, പർപ്പസ് ഡിഫൈൻഡ് ആയി. ഇനി അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ആലോചിച്ച് നോക്കുക. അപ്പൊ അവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാം? നമുക്ക് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാം ഈ കാര്യം. അപ്പം ഡിസ്കസ് ഓർ എൻക്വയർ വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ഡാഷ് ടു എൻഷുർ ഡാഷ്. മാനേജ്മെന്റോട് എന്താ ഡിസ്കസ് ചെയ്യേണ്ടതെന്നുള്ളതും പറയാം, എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് കൺഫേം ചെയ്യാനായിട്ടാണെന്നുള്ളതും പറയാം, പേർപ്പസും പറയണം. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് പ്രൊവിഷൻ ഓഫ് 110,000 ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ഫോർ റിഡൻഡൻസി. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും? ടു കൺഫേം വെദർ ഇറ്റ് ഈസ് റീസണബിൾ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു പ്രോപ്പർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പോയിന്റ്, ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് അലൻ കമ്പനി അബൌട്ട് ദ റാഷണൽ ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് redundancy provision of 110,000 has been recognized in the financial statements to confirm whether it is reasonable. ഇനി അടുത്ത് നമുക്ക് എല്ലാ കേസിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് റിട്ടേൺ റെപ്രസെന്റേഷൻ ചോദിക്കാം. നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം ഓറലായിട്ട് ചോദിക്കുന്ന കാര്യം റിട്ടേൺ ആയിട്ട് മാനേജ്മെന്റിൽ നിന്ന് എഴുതി വാങ്ങുന്നതാണ് എന്ത്? റിട്ടേൺ റെപ്രസെന്റേഷൻ. സെയിം കാര്യത്തിന് മുമ്പ് റിട്ടേൺ റെപ്രസെന്റേഷൻ പറയരുത്, പകരം വേറൊരു ഡിഫറെന്റ് കാര്യത്തിന് റിട്ടേൺ റെപ്രസെന്റേഷൻ വാങ്ങാം. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വാങ്ങാം. അപ്പം മാനേജ്മെന്റുമായിട്ട് റിഡൻഡൻസിയുടെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തോന്ന് നമുക്ക് കൺഫേം ചെയ്ത് വാങ്ങണം. So obtain written representation from the management about whether the company have communicated about the redundancy to the employees to ensure whether there is any present obligation. ഇനി നമുക്ക് കമ്പനിയുടെ പുറത്തുള്ള ആളുകളോട് എപ്പോഴും എന്ത് ചെയ്യാം? എക്സ്റ്റേണൽ കൺഫർമേഷൻ വാങ്ങാം. ഇപ്പോൾ റിഡൻഡൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് എത്ര ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാവും എന്ന് അറിയണം. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലോയറിനോട് ചോദിക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? obtain external confirmation from the lawyer in order to confirm the amount of probable future cash outflow which might arise as a result of redundancy of Allen Company's employees. ഇനി ഒരു കമ്പനിയും മറ്റാരെങ്കിലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ എന്ന് പറയാ കറസ്പോണ്ടൻസ് നോക്കാന്ന് പറയാം. അപ്പൊ യു ക്യാൻ റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ Allen Company and the company employees in order to confirm whether the company have communicated about the redundancy to the employees which creates a present obligation. ഇനി ഏതൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. നമുക്കിവിടെ പറയാം റീകാൽക്കുലേറ്റ് ദ റിഡൻഡൻസി പ്രൊവിഷൻ ഓഫ് 100,000 in order to confirm the mathematical accuracy. ഇനി അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്ത് കറണ്ട് ഇയർ ബാലൻസ് പ്രീവിയസ് ഇയർ ആയിട്ടോ ഇൻഡസ്ട്രി ഡേറ്റ ആയിട്ടോ കമ്പയർ ചെയ്യാൻ പറയാം.
സിഗ്നിഫിക്കന്റ് വേരിയൻസ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ മാനേജ്മെന്റുമായിട്ട് അതിന്റെ റീസൺ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പറയാം. പക്ഷെ അങ്ങനെയുള്ള പോയിന്റ് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് ഇയർ പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ ആദ്യമേ ലോജിക്കലി ആലോചിച്ച് നോക്കണം പ്രീവിയസ് ഇയർലി ബാലൻസ് ഉണ്ടോ എന്ന്. ഇപ്പൊ റിഡൻഡൻസി പ്രൊവിഷൻ എന്ന് പറയുന്ന ബാലൻസ് ചിലപ്പോൾ പ്രീവിയസ് ഇയർ ഉണ്ടാവില്ല, കാരണം എല്ലാ വർഷവും നമ്മൾ സ്റ്റാഫിനെ പറഞ്ഞു വിടുന്നില്ല. അതേ സ്ഥാനത്ത് ഇപ്പോൾ അലവൻസസ് ഫോർ റിസീവ്ഡ് ആണ്, നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പൊ നമ്മളവിടെ പറയാം പെർഫോം അനലിറ്റിക്കൽ പ്രൊസീജിയർ ബൈ കമ്പയറിംഗ് redundancy provision of 100,000 with that of the industry average, and in case of significant variance investigate further. ഇനി നമുക്കൊരു എക്സ്പെൻസ് പി ആൻഡ് എൽ വന്നിട്ടുണ്ടോ എന്ന് അറിയണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെൻസ് പി ആൻഡ് എൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ബ്രേക്ക് ഡൗൺ ഒബ്റ്റൈൻ ചെയ്യാം. ഈ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കിടപ്പുണ്ടെന്ന് വെച്ചോ, അപ്പൊ നമുക്ക് എന്ത് പറയാം, ഒബ്റ്റൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് in order to confirm the expenses in relation to redundancy provision has been included in the statement of P&L. ഇനി അതേ സ്ഥാനത്ത് ഇപ്പൊ ഒരു വേറെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇപ്പൊ ക്വസ്റ്റ്യൻ പറയാണ്, ഒരു കമ്പനി ബോറോയിങ് കോസ്റ്റിന്റെ കേസ് പറയാണ്. ഓക്കെ, അതായത് കമ്പനി ഒരു ക്വാളിഫയിങ് അസറ്റിന് മേലെ ലോൺ എടുത്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ ബോറോയിങ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയണം. അപ്പൊ നമ്മൾ എന്ത് പറയാ, ഒബ്റ്റൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ക്യാപിറ്റലൈസേഷൻ എക്സ്പെൻസസ് ആയിരിക്കും അവിടെ. അപ്പൊ നമ്മളിപ്പോ പി പി ആയിട്ട് അവർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമ്മൾ എന്ത് പറയാ, ഒബ്റ്റൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് പി പി റിലേറ്റഡ് എക്സ്പെൻസസ് ഇൻ ഓർഡർ ടു കൺഫേം that the borrowing costs in relation to qualifying asset have been included in the statement of financial position. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ ലോൺ എടുത്തു, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആണ്, എന്ത് പറയാം, ഒബ്റ്റൈൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫിനാൻസ് കോസ്റ്റ് ഇൻ ഓർഡർ ടു കൺഫേം ദാറ്റ് ദി ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഇൻ റിലേഷൻ ടു ദ ന്യൂ ബാങ്ക് ലോൺ ഹാവ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് P&L. ഇനി ഒരു കമ്പനിയുടെ ബോർഡ് എന്ത് ഡിസിഷൻ എടുത്താലും അത് എവിടെ ഉണ്ടാവും, ബോർഡ് മിനിറ്റ്സിൽ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയണം റിഡൻഡൻസിക്ക് വേണ്ടിയിട്ടുള്ള ആക്റ്റീവ് സ്റ്റെപ്സ് കമ്പനി എടുത്തിട്ടുണ്ടോ എന്ന് റിവ്യൂ ചെയ്യാൻ ബോർഡ് മിനിറ്റ്സ്. ഒരു പുതിയ ലോൺ എടുത്തോ നമുക്കറിയണം, റിവ്യൂ ദ ബോർഡ് മിനിറ്റ്സ് ഇൻ ഓർഡർ ടു കൺഫേം വെദർ ദ അലൻ കമ്പനി ഹാവ് ടേക്കൺ എനി ന്യൂ ലോൺ ഇൻ റിലേഷൻ ടു ദ ക്വാളിഫയിങ് അസെറ്റ് നമുക്ക് പറയാം. അല്ലെങ്കിൽ അടുത്തത് ഒരു എക്സ്പെൻസ് കറക്റ്റ് ആണെന്ന് അറിയണം, നമുക്ക് എന്ത് ചെയ്യാം, സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് മാച്ച് ചെയ്യാം. ഇനി എല്ലാ കേസും നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് നോട്ട്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്യാൻ പറയാം, റിലേറ്റഡ് ഡിസ്ക്ലോഷേഴ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ഈ രീതിയിലായിരിക്കും നമ്മൾ പ്രൊസീജിയർ പറയാം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും എന്ത് നോക്കുക, നിങ്ങൾ അവിടെ നോക്കുക നമുക്ക് ഇവിടെ എന്താണ് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എൻക്വയർ ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ എന്തിനെ കുറിച്ചാണ് നമുക്ക് റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക. ദെൻ എക്സ്റ്റേണൽ കൺഫർമേഷൻ നമുക്ക് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങാം, ഏത് തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങാം, എന്തിനു വേണ്ടിയിട്ട് വാങ്ങാം എന്ന് ആലോചിക്കുക. ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് ആണ് റിവ്യൂ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള കാൽക്കുലേഷൻ റീകാൽക്കുലേറ്റ് ചെയ്യാൻ റീപെർഫോം ചെയ്യാനുണ്ടോ നോക്കുക. അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാനുണ്ടോ നോക്കുക. എക്സ്പെൻസസിന്റെ ബ്രേക്ക് ഡൗൺ എടുക്കാനുണ്ടോ നോക്കുക. ബോർഡ് മിനിറ്റ്സ് റിവ്യൂ ചെയ്യാനുണ്ടോ നോക്കുക. എന്തെങ്കിലും എക്സ്പെൻസസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുക. നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിവ്യൂ ചെയ്യാൻ പറയാ. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഓരോന്നും നമുക്ക് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? Yes, yes, sir. ഓക്കെ. സോ ഇൻ കേസ് എങ്ങാനും നിങ്ങൾ ഒരു പ്രൊസീജിയർ എഴുതാൻ തീരുമാനിച്ചു, അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുകയാണ്, അവിടെ എപ്പോഴും കോറായിട്ട് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് പർപ്പസ് ഡിറ്റർമൈൻ ചെയ്യാണ്ട് പ്രൊസീജിയർ എഴുതി തുടങ്ങരുത്. അത് ഭയങ്കര ബ്ലണ്ടറാണ്. കാരണം എന്താ, കാരണം നമ്മൾ പർപ്പസ് ഡിഫൈൻ ചെയ്യാണ്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങി വെച്ചു ഡിസ്കസ് ഓർ എൻക്വയർ വിത്ത് ദ മാനേജ്മെന്റ് അബൌട്ട് ഡാഷ് പറഞ്ഞു, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പിന്നെ നിങ്ങൾ ആലോചിച്ചിരിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ അവസാനിപ്പിക്കേണ്ട എവിടെയെന്ന് അറിയാണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സ്റ്റക്കായി നിൽക്കും. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ കൃത്യമായിട്ട് എവിടെയാണ് നിർത്തേണ്ടതെന്ന്. അപ്പോൾ എവിടെയാണ് നിർത്തേണ്ടത് അതിലേക്ക് എത്താനായിട്ടുള്ള പ്രൊസീജിയറും അതിനുള്ള ഡോക്യുമെന്റും വേണം നോക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്ത് ചെയ്ത്, ആദ്യം നമുക്ക് വേണ്ട പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തു. അത് എന്തിനെ ബേസ് ചെയ്ത് ഫിക്സ് ചെയ്ത്, സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്ത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ പ്രൊസീജിയർ എഴുതണമെങ്കിൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അറിയണം. അപ്പൊ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് വെച്ച് നിങ്ങളുടെ പർപ്പസ് എന്താണെന്നുള്ളത് ആദ്യമേ ഡിഫൈൻ ചെയ്യുക. ആ പർപ്പസിലേക്ക് എത്താനായിട്ടുള്ള പ്രൊസീജിയറും അതിന് വേണ്ട ഡോക്യുമെന്റും അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്താണോ അതും പറയുക. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. മനസ്സിലായോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ. അപ്പോ ഐ ബിലീവ് ദിസ് ഏരിയ ഈസ് very much familiar for you because we were practicing questions based on this area. 25 marks in a question that നമുക്ക് procedures ചെയ്യാനായിട്ടുണ്ടായിരുന്നു. So this is what you need to keep in mind while giving answers in relation to the audit procedures. അപ്പോൾ നമ്മൾ ഇപ്പോൾ റിവൈസ് ചെയ്ത 50 മാർക്സിന്റെ കുറച്ച് കോർ ഏരിയസ് ആയിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു ഓഡിറ്റ് റിസ്കിന്റെയും റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആൻസർ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്, ബിസിനസ് റിസ്കിന് ആൻസർ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്, എത്തിക്സിന് ആൻസർ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്, ഓഡിറ്റ് പ്രൊസീജിയറിന് ആൻസർ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർലി ക്ലിയർ ആണോ എല്ലാവർക്കും? പക്ക? Yes, sir. Any doubts so far in relation to the area which we discussed? Yes, റിസ്കിനെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാന്ന് നമ്മൾ പറയാം. ഏതാടാ? റിസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ളത്. Okay. See, first thing,
നമുക്ക് നേരത്തെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ റിസ്ക് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. നിങ്ങൾ കൃത്യമായിട്ട് റിസ്ക് എന്ത് ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയായിരുന്നു. ബട്ട് ഇപ്പൊ എക്സാമ്പിൾ നിങ്ങളോട് പറയുന്നത് റിസ്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പർട്ടിക്കുലർ പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യണമെന്നില്ല. സിനാരിയോ നോക്കിയിട്ട് ആ റിസ്കിന്റെ ഇമ്പാക്റ്റും മാഗ്നിറ്റ്യൂഡും വെച്ചിട്ട് ഏതാണോ നിങ്ങൾക്ക് തോന്നുന്ന ഹയസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് അത് ഏതാണെന്നുള്ളത് പിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജനറൽ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ കേസിൽ ഈ റിസ്ക് ഇത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നത് എന്നുള്ളത്. ആൻഡ് അത് നിങ്ങൾക്ക് സാധാരണ റിസ്ക് എഴുതുന്ന പോലെ തന്നെ എഴുതി പോയാൽ മതി. ലാസ്റ്റ് കൺക്ലൂഷൻ്റെ അകത്ത് ഏതാണ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആയിട്ട് നിങ്ങൾ പിക്ക് ചെയ്തെന്ന് എഴുതുക, അതെന്തുകൊണ്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്തെന്ന് എഴുതുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണ് ഏറ്റവും വലിയൊരു ഫിഗറിലുള്ള ഒരു സാധനം പിക്ക് ചെയ്തത്, നിങ്ങൾ പറയുകയാണ് ഇത് ഹൈലി മെറ്റീരിയലാണ് ഔട്ട് ഓഫ് ഓൾ ദി മിസ്റ്റേറ്റ്മെന്റ്, അതുകൊണ്ടാണ് സിഗ്നിഫിക്കൻറ്റ് റിസ്ക് ആയിട്ട് ട്രീറ്റ് ചെയ്തതെന്ന് പറയാം. ആൻഡ് 1 മാർക്ക് ആയിരിക്കും പ്രയോറിറ്റൈസേഷന് വേണ്ടി നമുക്ക് കിട്ടുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സിമ്പിൾ ക്രൈറ്റീരിയ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നോക്കാം എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ മാനേജ്മെന്റ് ബയസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ്, ഫ്രോഡിലന്റ് ട്രാൻസാക്ഷന്റെ പോസിബിലിറ്റീസ്, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം അവർ കമ്പനി ഒരു ട്രാൻസാക്ഷൻ പെർഫോം ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയാണ്, കോംപ്ലക്സ് ട്രാൻസാക്ഷൻസ്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ബട്ട് അത്രയും കൺസിഡർ ചെയ്ത് പോകണമെന്നില്ല. പകരം നിങ്ങളുടെ ജഡ്ജ്മെന്റിന്റെ ബേസിസിൽ ഉള്ളതിന്റെ വലിപ്പമോ അല്ലെങ്കിൽ അതിന്റെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സാധനം എന്തുകൊണ്ടാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത് ഒരു മാക്സിമം 2 സെന്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. യു വിൽ ഗെറ്റ് 1 മാർക്ക്. അത് കൺക്ലൂഷനിൽ ചെയ്താലും മതി. മനസ്സിലായോ? ഓക്കെ സർ. Okay. So now we'll start with the area of 25 marks. So അപ്പോൾ 25 മാർക്സിന്റെ മെയിൻലി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റിപ്പോർട്ടിംഗ് റിലേറ്റഡ് ഏരിയാസ് ആണ്. സോ റിപ്പോർട്ടിങ്ങിന്റെ അകത്ത് നമുക്ക് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഏരിയ മാത്രം ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ്. സോ നമുക്ക് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് എന്ന് പറയുന്ന ഒരു ഏരിയ വരാറുണ്ട് റിപ്പോർട്ടിങ്ങിൻ്റെ അകത്ത്. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് നമുക്ക് 4 കാറ്റഗറി ആയിട്ടായിരുന്നു നോർമലി ചോദിക്കല്. സോ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫെർദർ ആക്ഷൻ ചോദിക്കാറുണ്ട്. ദെൻ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് ചോദിക്കും. ഡിസ്കഷൻ വിത്ത് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് എന്ന് പറഞ്ഞ് ചോദിക്കും. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫെർദർ പ്രൊസീജിയർ ചോദിക്കാം. ആൻഡ് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫെർദർ ആക്ഷനും ചോദിക്കുക. ആൻഡ് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഓഡിറ്റ് എവിഡൻസും ചോദിക്കുക. സോ ഇങ്ങനെ 4 കാറ്റഗറി ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്, ഓഡിറ്റ് എവിഡൻസ്. സോ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഏരിയ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആദ്യം ഫെർദർ ആക്ഷന്റെ കാര്യം ഡിസ്കസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിലേക്ക് പോവാം. അപ്പോൾ മാറ്റേഴ്സിന്റെ ഏരിയ വിൽ ഓൾവേസ് റിമെയിൻ ദ സെയിം. സോ മാറ്റേഴ്സിന്റെ ഏരിയക്കകത്ത് മാറ്റം വരാറില്ല. അപ്പോൾ മാറ്റേഴ്സിന്റെ ഏരിയക്കകത്ത് എപ്പോഴും നമ്മൾ എങ്ങനെയായിരുന്നു പറഞ്ഞു പോകേണ്ടത്? ആദ്യം നമ്മൾ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ മെറ്റീരിയാലിറ്റി ആണ് പറയേണ്ടത്. അതായത് എന്താണോ നമ്മളോട് തന്നേക്കുന്ന കേസ്, അതിലുള്ള എമൗണ്ട് മെറ്റീരിയൽ ആണോ എന്നുള്ളത് ഫസ്റ്റ് പറയാം. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിക്വയർഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണോ ആ റിക്വയർഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വോട്ട് വിൽ ഗോ റോങ് ആണ് സാധാരണ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ പക്ഷേ അതേ സ്ഥാനത്ത് ജനറൽ ആയിട്ട് കൂടുതലും ചോദിക്കലുണ്ടാവുക വോട്ട് വെന്റ് റോങ് ആയിരിക്കും, റിസ്ക് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ വോട്ട് വെന്റ് റോങ് ആയിരിക്കും ചോദിക്കുക. നാലാമതായിട്ട് വോട്ട് എവർ ബി ദ സ്പെസിഫിക് ഇമ്പാക്ട് ഓൺ എഫേഴ്സ്, ആ സ്പെസിഫിക് ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എന്താണെന്നുള്ള കാര്യം പറയാം. അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങളായിരിക്കും മാറ്റേഴ്സിന്റെ അവിടെ വരേണ്ടത്. അപ്പോൾ മെറ്റീരിയാലിറ്റി ആദ്യമേ പറയാം, നമുക്ക് വേണ്ട റിക്വയർഡ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് പറയാം, വോട്ട് വെൻ റോങ് എന്നുള്ളത് പറയാം, ആൻഡ് വോട്ട് എവർ ബി ദ ഇമ്പാക്ട് ഓൺ എഫേഴ്സ്, ആ ഇമ്പാക്ട് ഓൺ എഫേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മെറ്റീരിയാലിറ്റിയുടെ കമ്പ്യൂട്ടേഷൻ്റെ അകത്ത് ബെഞ്ച് മാർക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം തന്നെ ആയിരിക്കും. ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റിയുടെയോ ഗ്രോസ് പ്രോഫിറ്റിന്റെയോ റവന്യൂന്റെയോ ടോട്ടൽ അസറ്റിന്റെയോ നെറ്റ് അസറ്റ്സിന്റെ ഏതിന്റെ വേണേലും ബേസിസിൽ എടുക്കാം. ബട്ട് ഇവിടെ നമ്മളോട് എന്ത് പറയുന്നുണ്ടാവില്ല, ഏത് ബെഞ്ച് മാർക്കിന് ബേസിസിൽ എടുക്കണം എന്നുള്ളത് പറയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബെഞ്ച് മാർക്കിന്റെ ബേസിസിൽ എടുക്കാം. ബട്ട് ഒരേ ഒരു മെയിൻ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പർ ലിമിറ്റ് ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കില്ല, ലോവർ ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സിനാരിയോക്കകത്ത് ആപ്ലിക്കബിൾ ആവുന്ന ഏത് ബെഞ്ച് മാർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബട്ട് ലോവർ ലിമിറ്റ് മാത്രം എടുത്താൽ മതി. അതേപോലെ തന്നെ നേച്ചറിന്റെ ബേസിസിൽ മെറ്റീരിയൽ ആണോ നോക്കുക, എന്നിട്ടായിരിക്കും മെറ്റീരിയാലിറ്റിയുടെ പറയുന്നുണ്ടാവുക. അപ്പോൾ കുറച്ച് മുന്നേ ആൻസർ നമ്മൾ ആ ഒരു എക്സാമ്പിൾ കേസ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മളിപ്പം റവന്യൂ റെക്കഗ്നേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ 10 മില്യൺ ആണെങ്കിൽ 10 മില്യൺ മെറ്റീരിയൽ ആണോ എന്ന് പറയാം, IFRS 15 ട്രീറ്റ്മെന്റ് പറയാം, അവിടെ എന്താ തെറ്റായിട്ട് സംഭവിച്ചതെന്ന് പറയാം, ഇമ്പാക്ട് ഓൺ എഫേഴ്സ് പറയാം. ഇത്രയായിരിക്കും മാറ്റേഴ്സ് ആയിട്ട് പറയുന്നുണ്ടാവുക. ഇനി അതിന് ശേഷം നമ്മളോട് മാറ്റേഴ്സ് എഴുതിയതിനു ശേഷം വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഫെർദർ ആക്ഷൻ നീഡ് ടു ബി ടേക്കൺ ബൈ ദ ഓഡിറ്റർ എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഫെർദർ ആക്ഷൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ നമ്മൾ
എന്താണോ മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് പറയാം. മാനേജ്മെന്റുമായിട്ട് എന്താ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം. അതേപോലെ തന്നെ ട്രീറ്റ്മെന്റ് അത് വന്നേക്കുന്ന മിസ്റ്റേക്ക് എന്താണോ അത് ഹൗ ടു കറക്റ്റ് ഇറ്റ്, അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും പറയണം. ഓക്കെ, സോ മിസ്റ്റേറ്റ്മെന്റ് എന്താണോ ഉള്ളത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും പറയുന്നുണ്ടാവണം. രണ്ടാമതായിട്ട് മാനേജ്മെന്റ് ഇത് കറക്റ്റ് ആൻഡ് വില്ലിങ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സെയിം കാര്യം തന്നെ ദോസ് ചാർജ് വിത്ത് ഗവേണൻസുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയാം. ദോസ് ചാർജ് വിത്ത് ഗവേണൻസ് ഇത് കറക്റ്റ് ആൻഡ് വില്ലിങ് ആവുന്നില്ലെന്നെങ്കിൽ ദോസ് ചാർജ് വിത്ത് ഗവേണൻസിന്റെ അകത്ത് വാട്ട് എവർ ബി ദ ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട്, ആ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അകത്ത് വരാൻ പോകുന്ന ഇമ്പാക്ട് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ പറയാം. എന്നിട്ട് അവർ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ റെപ്രസെന്റേഷൻ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറയണം. ഫൈനലി നമ്മൾ എന്തും കൂടി ചെയ്യുക, ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലെ റിഫ്ലക്ട് ചെയ്യാനും കൂടെ പറയാം. നോക്കണേ, ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലെ റിഫ്ലക്ട് ചെയ്യാനും കൂടെ പറയാം. ഇതായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പൊ ആൻസർ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പറയാം, ഓഡിറ്റർ ഷുഡ് ഡിസ്കസ് വിത്ത് ദ മാനേജ്മെന്റ് about the uncorrected misstatement in relation to revenue, and request should be raised to correct the misstatement by removing the amount of 10 million from revenue and including the same amount as part of the deferred income. But if the management is unwilling to correct the misstatement, auditor should raise the same request to those charged with governance. But if they also wish to continue without amending the financials, auditor should discuss with them about the impact that will be created over the auditor's report and should obtain written representation from them stating their intention. And finally, the auditor shall also reflect on the auditor's report. എന്നുള്ളത് പറയാം. ഇതായിരിക്കും എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആയിട്ട് ജനറലി വരുന്ന ഫെർദർ ആക്ഷൻ. ഇനി പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിസ്റ്റേറ്റ്മെന്റ് കൺഫേംഡ് അല്ലെങ്കിൽ ഫെർദർ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് അവിടെ വേണം എഴുതാം. അതേപോലെ തന്നെ ഇപ്പം ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ട്രീറ്റ്മെന്റും ഹൗ ടു കറക്റ്റ് ഇറ്റ് എന്നുള്ളത് മാത്രമല്ല, ജഡ്ജ്മെന്റൽ ഏരിയാസ് ഒക്കെ ആണെങ്കിൽ അവിടെ റാഷണലിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതായിരിക്കും ഫെർദർ ആക്ഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അവിടെ ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലുള്ള ഇമ്പാക്റ്റും പറയണം. ബിക്കോസ് ദേ വിൽ ബി ആസ്കിങ് യു ടു എക്സ്പ്ലെയിൻ ദി ഇമ്പാക്ട് ഓവർ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് മേലുള്ള ഇമ്പാക്ട് ചോദിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, റിപ്പോർട്ടിങ്ങിന്റെ ഏരിയനെ കുറിച്ച് ഒരു പ്രോപ്പർ ഐഡിയ വേണം. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒപ്പീനിയൻ എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ ഒപ്പീനിയൻ ആയിരിക്കും വരുന്നുണ്ടാവുക? മോഡിഫൈഡും ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുണ്ടാവും, അൺമോഡിഫൈഡും ഉണ്ടാവും. അൺമോഡിഫൈഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും വരിക? അൺക്വാളിഫൈഡ് ആയിരിക്കും, വിച്ച് മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോസ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. മോഡിഫൈഡിന്റെ അകത്ത് ഏതൊക്കെയായിരുന്നു വരുന്നത്? ക്വാളിഫൈഡ് ഉണ്ടാവും, അഡ്വേഴ്സ് ഉണ്ടാവും, പറയട്ടെ എല്ലാരും, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ഉണ്ടാവും. യെസ്, ഇത്രയും ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ ആയിരുന്നു ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ പഠിച്ചു ഇതിൻ്റെ അകത്ത് ഏത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും. ഒന്ന്, മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ നോക്കണം. രണ്ട്, മിസ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കുക, പെർവേസീവ് ആണോ നോക്കണം. ഒരു മിസ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണോ എന്ന് അറിയാൻ ഏതൊരു അപ്രോച്ച് ഫോളോ ചെയ്യാനാണ് പറഞ്ഞ എക്സാമിന്റെ സമയത്ത്? മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഓൾറെഡി പ്രോഫിറ്റ് നിൽക്കുന്ന കമ്പനി ലോസിലേക്ക് പോകാൻ നോക്കുക, അല്ലെങ്കിൽ ലോസ് നിൽക്കുന്ന കമ്പനി പ്രോഫിറ്റിലേക്ക് വരുമോ നോക്കുക. എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രോഫിറ്റ് ടു ലോസ് ഓർ ലോസ് ടു പ്രോഫിറ്റ് റീസ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് പെർവേസീവ്നെസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് അതിന് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. എന്തായാലും നമ്മൾ പറഞ്ഞേ, ഒരു മിസ്റ്റേക്ക് പെർവേസീവ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും സ്റ്റാൻഡേർഡിനത് പറഞ്ഞേക്കുന്ന റൂൾ തന്നെ ഫോളോ ചെയ്യുക. മൾട്ടിപ്പിൾ എലമെന്റ്സിനെ മിസ്റ്റേക്ക് അഫക്ട് ചെയ്യുമെന്ന് നോക്കുക. അങ്ങനെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ എലമെന്റ്സിനെ അഫക്ട് ചെയ്യുന്ന മിസ്റ്റേറ്റ്മെന്റ് പെർവേസീവ് ആണ്. സിംഗിൾ എലമെന്റിനെ അഫക്ട് ചെയ്യുന്നു, പക്ഷേ അതിന്റെ സബ്സ്റ്റാൻഷ്യൽ പോർഷനും എഫ് എസിൽ അഫക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അത് പെർവേസീവ് ആയിരിക്കും. അല്ലെങ്കിൽ എഫ് എസിന്റെ യൂസേഴ്സിനെ എഫ് എസിനെ കുറിച്ച് മനസ്സിലാവാൻ വേണ്ട ഒരു ഫണ്ടമെന്റൽ അക്കൗണ്ടിങ് ഡിസ്ക്ലോഷർ ഒമിറ്റഡ് അല്ലെങ്കിൽ മിസ്റ്റേറ്റഡ് ആണെങ്കിൽ അതും എന്തായിരിക്കും? പെർവേസീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പെർവേസീവ്നെസ് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു, സിനാരിയോയ്ക്കകത്ത് നമ്മളോടൊരു മിസ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കൺസിഡർ ദാറ്റ് എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ്. എന്ത് ഒപ്പീനിയൻ കൊടുത്താൽ മതി? അൺക്വാളിഫൈഡ്. മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആൻഡ് പെർവേസീവ് ആണെങ്കിലോ അഡ്വേഴ്സ് കൊടുക്കണം. മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണ്, നോട്ട് പെർവേസീവ് ആണെങ്കിലോ ക്വാളിഫൈഡ് കൊടുക്കുക. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു, ഓൺ ദ അതർ ഹാൻഡ് ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണ്. ഓക്കെ, നമുക്ക് ഓഡിറ്റ് എവിഡൻസ് കിട്ടാനില്ല. ഇപ്പം നമുക്കൊരു പർട്ടിക്കുലർ ലാക്ക് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണ്, അത് മെറ്റീരിയൽ അല്ല പെർവേസീവ്, അല്ലെങ്കിൽ എന്ത് ഒപ്പീനിയൻ കൊടുക്കുക? അൺക്വാളിഫൈഡ്. മെറ്റീരിയൽ ആൻഡ് പെർവേസീവ് ആണെങ്കിലോ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. മെറ്റീരിയൽ നോട്ട് പെർവേസീവ് ആണെങ്കിലോ ക്വാളിഫൈഡ്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, വെൻ ദർ ഇസ് എ മിസ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് മെറ്റീരിയൽ ആൻഡ് നോട്ട് പെർവേസീവ് എന്ത് കൊടുക്കുക? അൺക്വാളിഫൈഡ്.
which is material and pervasive, adverse, which is material not pervasive, qualified. When there is a lack of audit evidence, which is not material and not pervasive, unqualified, which is material and pervasive, disclaimer of opinion, material not pervasive, qualified. ഓർമ്മയുണ്ട് എല്ലാവർക്കും? ഓക്കെ. അപ്പം ഇങ്ങനെ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ റിപ്പോർട്ടിങ്ങിന് മേലുള്ള ഇമ്പാക്ട് പറയുമ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയൽ ആണോ എന്നുള്ളത് വീണ്ടും പറയണം. ബട്ട് ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റ് എത്രയാണോ ആ അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് മാത്രം മെറ്റീരിയൽ ആണോ എന്ന് പറഞ്ഞാൽ മതി. രണ്ടാമതായിട്ട് അൺകറക്റ്റഡ് മിസ്റ്റേറ്റ്മെന്റിന്റെ എമൗണ്ട് പെർവേസീവ് ആണോ എന്നുള്ളത് പറയാം. മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒപ്പീനിയൻ ഏതാന്നുള്ളത് പറയാം. നാലാമതായിട്ട് എന്ത് പറയണം? ബേസിസ് ഫോർ ഒപ്പീനിയൻ എന്താന്നുള്ളതും പറയണം. ഇനി ഇതിന് പുറമെ ഏതെങ്കിലും എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിന്റെ റിക്വയർമെന്റ് വരുവാണെങ്കിൽ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് പറയാം. ലൈക്ക് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്, അതർ മാറ്റർ പാരഗ്രാഫ്, key audit matter paragraph, material uncertainty relating to going concern paragraph, other information paragraph, ഏതെങ്കിലും പാരഗ്രാഫിന്റെ ആവശ്യം വരുവാണെങ്കിൽ അതും പറയാം. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. സോ എന്തായിരുന്നു എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പഠിച്ചത് എന്തായിരുന്നു? ഓൾറെഡി അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടെ എംഫസൈസ് ചെയ്യണമെങ്കിൽ അത് പറയാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്? എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ്. അതർ മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൾറെഡി പ്രസന്റ് ഡിസ്ക്ലോസ് ചെയ്ത കാര്യങ്ങൾക്ക് പുറമെ അഡീഷണലി കറണ്ട് ഇയർ ഓഡിറ്റിനെ കുറിച്ചോ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചോ റിപ്പോർട്ടിനെ കുറിച്ചോ പറയണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ദോസ് ചാർജ് ഗവൺസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾക്കകത്തു നിന്നും എന്തൊക്കെയാണ് നമുക്ക് യൂസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് പറയാനുള്ള പാരഗ്രാഫാണ്. മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത അൺസർട്ടനിറ്റി ഉണ്ട്, അത് ആഡിക്വറ്റ്ലി പ്രസന്റഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതേക്കുറിച്ച് ഒന്നും കൂടി എംഫസൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് മെറ്റീരിയൽ അൺസർട്ടനിറ്റി റിലേറ്റിംഗ് ടു ഗോയിങ് കൺസേൺ പാരഗ്രാഫ്. ആൻഡ് അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്ത് പറഞ്ഞേക്കുന്ന ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അകത്തും അതുപോലെ തന്നെ ആനുവൽ റിപ്പോർട്ടിനകത്തും പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ടിനകത്തുള്ള ഫിനാൻഷ്യൽ ഓർ നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാനുള്ള പാരഗ്രാഫാണ് എന്ത്? അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്. അപ്പോൾ നമുക്ക് അതിന്റെ ഏതിൻ്റെയും യൂസേജ് വരികയാണെങ്കിൽ അതിനെക്കുറിച്ചും കൂടി പറയാം. അപ്പോൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്തുള്ള ഇമ്പാക്ട് പറയുമ്പോൾ നിങ്ങൾ ആദ്യമേ എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണെന്ന് പറയണം, പെർവേസീവ് ആണെന്ന് പറയാം, ഒപ്പീനിയൻ പറയണം, ബേസിസ് ഫോർ ഒപ്പീനിയൻ പറയണം, വേറെ ഏതെങ്കിലും എക്സ്പ്ലനേറ്ററി പാരഗ്രാഫിന് ആവശ്യം വരുവാണെങ്കിൽ അതും പറയാം. So this is what you need to give as your answer when you are writing matters to be considered further action. Clear ആയോ? Okay. അതേ സ്ഥാനത്ത് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനായിരുന്നു പറഞ്ഞേ? ഈ മാറ്റേഴ്സ് അതേപോലെ തന്നെ എഴുതുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതണ്ട, ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് മാത്രം എഴുതിയാൽ മതി. ഇഫ് യു ആർ ഗെറ്റിംഗ് ക്വസ്റ്റൻ ഓൺ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ്. മാറ്റേഴ്സ് ടു ബി കൺസിഡർ ഫർദർ പ്രൊസീജിയർ ആണ് ചോദിക്കുന്നതെങ്കിൽ എന്താ എഴുതണ്ടേ? മാറ്റേഴ്സ് എഴുതുക, അതിനുശേഷം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എഴുതേണ്ടത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതുക. അപ്പോൾ ഫർദർ പ്രൊസീജിയർ എഴുതുമ്പോൾ മാറ്റേഴ്സ് എഴുതും, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇത് എഴുതുന്നതിന്റെ ആവശ്യമില്ല, പകരം എന്ത് ചെയ്യുക, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്താണ് ചെയ്യേണ്ടത് ആ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫർദർ പ്രൊസീജിയർ എന്ന് വിളിക്കുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ. ഇനി സാറേ, ഇപ്പം ഈ കീ ഓഡിറ്റ് മാറ്ററിന്റെ അകത്തെ അവര് ഇങ്ങനെ കീ ഓഡിറ്റ് മാറ്റർ തന്നിട്ടുണ്ട്, എന്നിട്ട് ഇത് ക്രിട്ടിക്കലി അപ്രൈസ് ചെയ്യാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പം അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഒക്കെ അതർ ഇൻഫർമേഷൻ പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യുമല്ലോ. അപ്പൊ പിന്നെ അവര് ചുമ്മാ റാൻഡ് ആയിട്ടൊരു സംഭവം തന്നാൽ അതെങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും? എടാ, കീ ഓഡിറ്റ് മാറ്ററിന്റെ അകത്ത് ഒരിക്കലും മിസ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. മിസ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ബേസിസ് ഓഫ് ഒപ്പീനിയനിൽ മാത്രമേ പറയുള്ളൂ. ദോസ് ചാർജ് ഗവൺസിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓൾറെഡി സോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും നമുക്ക് റിപ്പോർട്ടിൽ തന്നിട്ടുണ്ടാവുക. അപ്പം ദോസ് ചാർജ് ഗവൺസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മാറ്റർ എന്താണോ അങ്ങനെയുള്ള മാറ്റേഴ്സ് മാത്രമേ ഇവിടുത്തെ വരുള്ളൂ, കീ ഓഡിറ്റ് മാറ്ററിനകത്ത് വരുള്ളൂ. ഇനി ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ക്വസ്റ്റിനകത്ത് ഒരിക്കലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കീ ഓഡിറ്റ് മാറ്റർ തരൂല. ഇപ്പൊ നമ്മൾ കിൽമിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ലേ, അതിന്റെ തന്നേക്കുന്ന പോലെ അതർ ഇൻഫർമേഷൻ പാരഗ്രാഫിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് അവർ എന്ത് ചെയ്യും, കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫിന്റെ അകത്ത് എഴുതേണ്ട കാര്യത്തെക്കുറിച്ച് എഴുതും. അപ്പൊ നമ്മൾ പറയും അത് അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് KM-ന്റെ അകത്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് റിമൂവ് ചെയ്യണം എന്ന് പറയും. മനസ്സിലായോ? അല്ലെങ്കിൽ കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫ് എന്നുള്ള ഹെഡിങ് തന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, അതർ ഇൻഫർമേഷനെ കുറിച്ച് ആനുവൽ റിപ്പോർട്ടിനകത്തുള്ള ഇൻഫർമേഷൻ ഇൻകൺസിസ്റ്റൻസിനെ കുറിച്ച് അവിടെ എഴുതും. അപ്പൊ നമ്മൾ പറയും കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫിന്റെ പാരഗ്രാഫ് പർപ്പസ് ഇതല്ല, ദോസ് ചാർജ് ഗവൺസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. So this is a matter which is concerning the company's other information. So other information paragraph എഴുതാൻ പറയണം. മനസ്സിലായോ?
അപ്പൊ എന്തായാലും കറക്റ്റ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ ക്വസ്റ്റനിൽ ജനറലി തരൂല. ഓക്കെ സാർ. ഓക്കെ, ഇനി മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഓഡിറ്റ് എവിഡൻസ് ആയിരുന്നു. മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഓഡിറ്റ് എവിഡൻസിന്റെ ക്വസ്റ്റനിൽ മാത്രം നിങ്ങളോട് ചോദിക്കുന്നത് എന്താ, മാറ്റേഴ്സ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഓൾറെഡി മറ്റൊരാൾ ഈ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അവിടെ എന്തൊക്കെ ഓഡിറ്റ് എവിഡൻസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഓർമ്മയുണ്ടല്ലോ അല്ലേ ആ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ? ഓക്കെ, സോ എന്തൊക്കെയാണ് ഓഡിറ്റ് എവിഡൻസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക? ഈ രീതിയിലായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക. Evaluate the matters to be considered on completion of the audit and audit evidence you should expect to find during the review of the relevant audit working papers. വർക്കിംഗ് പേപ്പർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ എവിഡൻസുകളാണ് കാണാൻ പറ്റുക എന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പൊ എന്തൊക്കെ എവിഡൻസ് ആണ് കാണാൻ പറ്റുക എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്താ ചെയ്യേണ്ടേ? അവിടെ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കണം എന്തൊക്കെയാണ് ശരിക്കും ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന്. ആ പ്രൊസീജിയർ എന്ത് ചെയ്താൽ മതി? പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? അവിടെ ഇപ്പം ഡിസ്കസ് ഓർ എൻക്വയർ വിത്ത് ദ മാനേജ്മെന്റ് എന്ന് പറയുന്നതിന് പകരം എന്ത് പറയാ? നോട്ട്സ് ഓഫ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ആക്കാം, എ കോപ്പി ഓഫ് റിട്ടേൺ റെപ്രസെന്റേഷൻ ആക്കാം, എ കോപ്പി ഓഫ് എക്സ്റ്റേണൽ കൺഫർമേഷൻ ആവും, എ റിവ്യൂ ഓഫ് കറസ്പോണ്ടൻസ് ആവും, റീകാൽക്കുലേഷൻ സ്കെഡ്യൂൾ ആവും അല്ലെങ്കിൽ റീകാൽക്കുലേഷൻ ഷീറ്റ് ആവും, ആൻ അനലിറ്റിക്കൽ പ്രൊസീജിയർ ആവും, ബ്രേക്ക് ഡൗൺ ഓഫ് ഡാഷ് എക്സ്പെൻസസ് ആവും, റിവ്യൂ ഓഫ് ബോർഡ് മിനിറ്റ്സ് ആവും, ആൻ എഗ്രിമെന്റ് ഓഫ് ഡാഷ് എക്സ്പെൻസസ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആവും, റിവ്യൂ ഓഫ് നോട്ട്സ് ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവും. അപ്പോൾ ആ ഒരു ചേഞ്ച് മാത്രമാണ് ഓഡിറ്റ് എവിഡൻസിന്റെ കേസ് വരുന്നത്. അപ്പോൾ പ്രൊസീജിയർ ആസച്ച് അവിടെ പറയേണ്ട, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷനും അതിന്റെ പർപ്പസും മാത്രം പറഞ്ഞാൽ മതി ഓഡിറ്റ് എവിഡൻസ് ചോദിക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് കൂടുതലും ഓഡിറ്റ് പ്രൊസീജിയറിന്റെ കാര്യം ചോദിക്കുന്നുണ്ടാവും എന്തായിരിക്കും? ഓഡിറ്റ് എവിഡൻസ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ലോജിക്കലി പ്രൊസീജിയർ ആദ്യമേ ആലോചിച്ച് നോക്കുക, എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് എവിഡൻസ് ആയിട്ട് എഴുതുക. നമ്മൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എപ്പോഴും എന്ത് ചെയ്യും? ആദ്യം പ്രൊസീജിയർ എഴുതും, എന്നിട്ടായിരുന്നു അത് എവിഡൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് നമുക്ക് ഫൈനൽ എക്സാമിന് അത്രയും ടൈം ഉണ്ടാവില്ല. അപ്പം പ്രൊസീജിയർ മനസ്സിൽ വെക്കുക, എവിഡൻസ് ആയിട്ട് മാത്രം എഴുതി വെക്കുക. അപ്പം ഡോക്യുമെന്റ് ഓർ ഇൻഫർമേഷനും അതിന്റെ പേർപ്പസും മാത്രം പറഞ്ഞാൽ മതി വെൻ ഇറ്റ് കംസ് ടു ദി ഏരിയ ഓഫ് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഓഡിറ്റ് എവിഡൻസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ മാസ്കിംഗ് ബോസ്റ്റൺ എന്ന് പറഞ്ഞ് 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ 2 നമ്മൾ വ്യത്യാസം? അതായത് മാസ്കിംഗ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത സമയത്ത് നമ്മളോട് ഇങ്ങനെ റിക്കമെൻഡ് ചോദിച്ചിരുന്നത്, എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് ടു ബി discussed with the management in relation to the uncorrected misstatement. Assuming management does not adjust the misstatement identified, evaluate the effect of each on audit opinion എന്ന് പറഞ്ഞു. അപ്പം ഇവാലുവേറ്റ് ദി ഇഫക്ട് ഓഫ് ഈച്ച് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതി വെച്ചോ, ബാസ്കിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനും ബോസ്റ്റൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യനും. അപ്പം ബാസ്കിങ്ങിന്റെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ 2 മിസ്സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ഒരു റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ പറയുന്നുണ്ട്, പ്രൊവിഷണൽ ട്രീറ്റ്മെന്റും പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്നുള്ള ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് മാറ്റേഴ്സ് ആദ്യം എഴുതണം, ദെൻ ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് എഴുതണം, ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ എഴുതുക. ഓഡിറ്റ് ഒപ്പീനിയൻ ചോദിക്കുന്ന സമയത്ത് മെറ്റീരിയാലിറ്റിയും പെർവേസീവ്നെസ്സും ഒപ്പീനിയനും മാത്രം പറഞ്ഞാൽ മതി. ഇനി അടുത്ത 2ാമത്തെ കേസ് പ്രൊവിഷൻ എന്നുള്ള ഹെഡിങ് കൊടുക്കുക, അവിടെയും ആദ്യമേ എന്ത് ചെയ്യണം? മാറ്റേഴ്സ് എഴുതണം, ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് എഴുതുക, അതിനുശേഷം ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ എഴുതുക. ഇങ്ങനെ വേണം എഴുതാൻ ഇൻഡിവിജ്വൽ ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ ചോദിക്കുന്ന സമയത്ത്. അതേ സ്ഥാനത്ത് ബോസ്റ്റൺ എന്ന് പറയുന്ന ക്വസ്റ്റനിൽ വരുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചേക്കുന്നത് നോക്കി, അസ്യൂമിംഗ് ദാറ്റ് ദ മാനേജ്മെന്റ് ഡസ് നോട്ട് അഡ്ജസ്റ്റ് എനി ഓഫ് ദി മിസ്സ്റ്റേറ്റ്മെന്റ്, ഡിസ്കസ് ദി ഇഫക്ട് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്. ഇവിടെ നിങ്ങളോട് മൾട്ടിപ്പിൾ മിസ്സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ആൻഡ് ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് ചോദിച്ചു. ഫോളോഡ് ബൈ ദാറ്റ് നിങ്ങളോട് ചോദിക്കുകയാണ് മാനേജ്മെന്റ് ഒരു മിസ്റ്റേക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ എന്താണ്, അല്ലെ റിപ്പോർട്ട് എന്താണെന്നുള്ളത് ചോദിക്കും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യമേ ഇമ്പയർമെന്റിന്റെ ഹെഡിങ് കൊടുക്കുക, മാറ്റേഴ്സ് എഴുതുക, ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ് എഴുതുക, ബോറോയിങ് കോസ്റ്റ് എടുക്കുക, മാറ്റേഴ്സ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് മാറ്റേഴ്സ് ഡിസ്കഷൻ വിത്ത് ദ മാനേജ്മെന്റ്, ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് ഒപ്പീനിയൻ ഓരോന്നിനും എഴുതണ്ട. പകരം നിങ്ങളോട് പറഞ്ഞ എന്താ, ഈ മിസ്സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് വിൽ ബി ദി ഇമ്പാക്ട് ഓൺ ഓഡിറ്റ് റിപ്പോർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇമ്പയർമെന്റിന്റെയും ബോറോയിങ് കോസ്റ്റിന്റെയും ഇൻവെസ്റ്റ്മെന്റിന്റെയും ടോട്ടൽ എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് എടുക്കുക. ആ ടോട്ടൽ മിസ്റ്റേക്ക് എടുത്തിട്ട് ടോട്ടൽ എമൗണ്ട് ആണ് മെറ്റീരിയൽ ആണോ നോക്കേണ്ടത്, പെർവേസീവ് ആണോ നോക്കേണ്ടത്, എന്നിട്ട് അതിനെ ബേസ് ചെയ്തുള്ള ഒപ്പീനിയൻ പറയാം, ബേസിസ് ഫോർ ഒപ്പീനിയൻ പറയാം. ഇങ്ങനെ വേണം നിങ്ങളോട് ടോട്ടൽ ഇമ്പാക്ട് ചോദിക്കുന്ന സമയത്ത് എഴുതാൻ. ബട്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ മിസ്സ്റ്റേറ്റ്മെന്റിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ മൊത്തം
ടോട്ടൽ ചെയ്ത് വെക്കരുത്. മിസ്സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ബേസിക് അക്കൗണ്ടിങ് റൂള് നമ്മുടെ അസറ്റ് എക്സ്പെൻസ് ലോസ് എപ്പോഴും പോസിറ്റീവ് ബാലൻസ് ആയിരിക്കും. ലയബിലിറ്റി ഇൻകം ഗെയിന് എപ്പോഴും നെഗറ്റീവ് ബാലൻസ് ആയിരിക്കും. അപ്പൊ ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റ് ബാലൻസും നോക്കിയിട്ടേ ടോട്ടൽ ചെയ്യാവുള്ളൂ. എല്ലാം കൂടി ടോട്ടൽ ചെയ്ത് വെക്കരുത്. അതായത് എക്സ്പെൻസും ഇൻകവും എല്ലാം കൂടി എടുത്ത് ടോട്ടൽ മിസ്സ്റ്റേറ്റ്മെന്റ് ഒറ്റയടിക്ക് ഫിഗർ എടുക്കരുത്. അസറ്റ് എക്സ്പെൻസ് ലോസ് ഡെബിറ്റ് ബാലൻസ് ആണ് പോസിറ്റീവ് ബാലൻസ് ആയിട്ട് എടുക്കുക. ലയബിലിറ്റി ഇൻകം ഗെയിന് നെഗറ്റീവ് ബാലൻസ് ആയിട്ട് എടുക്കുക. ടോട്ടൽ ചെയ്യുമ്പോൾ അതിന്റെ നെറ്റ് ആയിരിക്കും വരിക. നെറ്റ് എമൗണ്ട് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത് ക്യുമുലേറ്റീവ് ഇമ്പാക്ട് നോക്കുന്ന സമയത്ത്. ക്ലിയർ ആയോ? Is it clear, everyone? Yes, sir. Okay. So this is what you need to keep in mind while giving answers in relation to matters to be considered and discussion with the management, matters to be considered, further action, matters to be considered and audit evidence, and matters to be considered and further procedure. These are the areas of 25 marks. So these are the areas which we have got to cover today. So we have just gone through the area of 50 marks question and 25 marks question. അപ്പം ഈ രണ്ട് ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് നാളെ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, ഏറ്റവും പ്രോപ്പർലി ഈ ഏരിയാസ് ഇന്ന് തന്നെ ഒന്ന് റിവൈസ് ചെയ്യണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പ്ലീസ് ഗോ ത്രൂ ദ നോട്ട്സ് ഓഫ് ഓഡിറ്റ് റിസ്ക്, ബിസിനസ് റിസ്ക് ആൻഡ് എത്തിക്സ്. ഐ വിൽ ഷെയർ ദ സെയിം നോട്ട്സ്. അപ്പൊ ആ നോട്ട്സ് ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഇന്ന് ഈ ഡിസ്കസ് ചെയ്ത 25 മാർക്സിന്റെ ഏരിയ നിങ്ങളുടെ നോട്ടിലുണ്ടാവും. നമ്മൾ പണ്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് തന്നെ ഒന്ന് ക്വിക്ലി വായിച്ച് നോക്കിയാൽ മതി. സോ വിൽ ഗെറ്റ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദാറ്റ്. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് നമുക്ക് നാളെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ് എല്ലാവർക്കും? Yes, sir. Yes, sir. Yes, sir. ഓൾ റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇൻ കേസ് എങ്ങാനും എന്തെങ്കിലും ഡൗട്ട്സ് സെഷന് ശേഷം തോന്നുകയാണെന്നുണ്ടെങ്കിലും പ്ലീസ് നോട്ട് ദാറ്റ് വൺ ഡൗൺ. ആൻഡ് നാളത്തെ സെഷൻ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. നോട്ടിൽ ഒരു പ്രത്യേക പോർഷൻ തന്നെ മാറ്റി വെച്ച് ഡൗട്ട്സ് എല്ലാം എഴുതി വെക്കുക. നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഫോർ ദ അപ്കമിങ് 4 days we will be completely revising all the core areas of our AAA so that we will be able to perform properly for our upcoming exam. And followed by this, we will be having mock exams and pre-mock. So, എല്ലാത്തിനെ കുറിച്ച് ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിക്കോളും. അപ്പോൾ ഇതിനൊപ്പം തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞാൻ സെഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ SBR ഏരിയാസ് റിവൈസ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഐ റിപ്പീറ്റ്, നിങ്ങളോട് സ്റ്റാൻഡേർഡ്സ് എല്ലാം റിവൈസ് ചെയ്യാൻ പറയുന്നത് SBR ഏരിയ തന്നെ റിവൈസ് ചെയ്യുക. ബിക്കോസ് നല്ല ഡെപ്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അൾട്ടിമേറ്റ്ലി നമുക്ക് ഓഡിറ്റിംഗിന്റെ ഏരിയ എല്ലാം മനസ്സിലായിട്ടും നിങ്ങൾക്ക് SBR ഏരിയ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർലി എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഏറ്റവും പ്രോപ്പറായിട്ട് തന്നെ ആ ഏരിയസ് റിവൈസ് ചെയ്യുക. നല്ലപോലെ തന്നെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കുക, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് AAA is all about practice and it's not about studies. നമ്മൾ കുറെ പഠിച്ചു, ക്ലാസ് കൂടി, ഇത് കേട്ടിരുന്നു, ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ എഴുതി പഠിച്ചാൽ മാത്രമേ നമ്മുടെ ടൈം മാനേജ്മെന്റ് റെഡി ആവുള്ളൂ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആൻഡ് ടൈം മാനേജ്മെന്റ്. അപ്പൊ അതുകൊണ്ട് ഇനി തൊട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തും ടൈം മാനേജ്മെന്റും കൂടെ ഫോക്കസ് ചെയ്യണം. സോ അതിന് എല്ലാത്തിനും ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എന്താണ്? SBR ഏരിയ. കാരണം സ്റ്റാൻഡേർഡ്സ് അറിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വീണ്ടും ടൈം എടുക്കും. നമ്മൾ സ്റ്റാൻഡേർഡ്സ് ആലോചിച്ച് സമയം പോകും. സ്റ്റാൻഡേർഡ്സ് അറിയാന്നുണ്ടെങ്കിലോ അത്രയും ടൈമും കൂടെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ടൈം മാനേജ്മെന്റിന് മേലെ മാക്സിമം ഫോക്കസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആദ്യം SBR പഠിക്കുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് പ്രോപ്പർലി ചെയ്യുക. ദിസ് ഈസ് വാട്ട് യു നീഡ് ടു കീപ് ഇൻ മൈൻഡ്. ക്ലിയർ ആണ് എല്ലാവർക്കും? Yes, sir. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും പ്രോപ്പർലി ചെയ്യുക, നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. താങ്ക് യു. സാറേ, ഇപ്പം സാർ പറഞ്ഞല്ലോ ഇത് നന്നായിട്ട് ഡെപ്ത് ആയിട്ട് പഠിക്കാൻ പറഞ്ഞല്ലോ. അപ്പം ഇതിൽ കണക്കുകൾ ഉൾപ്പെടെ പഠിക്കാനാണോ? എന്ന് വെച്ചാൽ കൺസെപ്ച്വലി സംഭവം അറിയാം, പക്ഷെ ഈ കണക്ക് എന്ന് വെച്ചാൽ ഇപ്പം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ ഇമ്പയർമെന്റ് അങ്ങനത്തെ സംഭവത്തിന് കണക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് പോലെയൊക്കെ കാൽക്കുലേഷൻസ് നന്നായിട്ട് പഠിക്കണം അല്ലേ? പറഞ്ഞു കഴിഞ്ഞാൽ തിയറി ബൈഹാർട്ട് പഠിക്കണം എന്നല്ല, ആപ്ലിക്കേഷൻ അറിയണം എന്നാ പറയുന്നത്. ആപ്ലിക്കേഷൻ പക്ഷെ കണക്കും വേണല്ലേ? അങ്ങനത്തെ കണക്ക് വേണല്ലേ? നന്നായിട്ട് അറിയണല്ലേ? സ്റ്റാൻഡേർഡ്സ് അറിയണം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനില്ല. സ്റ്റാൻഡേർഡ്സ് ബൈഹാർട്ട് പഠിച്ചിട്ട് കാര്യം? സ്റ്റാൻഡേർഡ്സ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു നോ ദ ആപ്ലിക്കേഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ്സ്. നമുക്ക് ക്വസ്റ്റ്യൻ്റെ അത് വരുന്ന റിസ്ക് ഐഡന്റിഫൈ ചെയ്യാനല്ലേ? റിസ്ക് ഐഡന്റിഫൈ ചെയ്യുന്നത് ടു ദ കമ്പ്യൂട്ടേഷൻ. എസ്പെഷ്യലി നമ്മൾ 25 മാർക്സിന്റെ ഏരിയയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കമ്പ്യൂട്ടേഷൻ അല്ലേ ചെയ്യുക? എക്സാമിന് 12 ദിവസം കൂടെ ഉള്ള ലാസ്റ്റ് ദിവസം വന്നിട്ട് കമ്പ്യൂട്ടേഷൻ അറിയണോ അത് തിയറി മാത്രം അറിയാമെന്ന് ചോദിക്കില്ലേ എന്റെ അടുത്ത്? ഓക്കെ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെ ചെയ്യാൻ പഠിക്കണം കേട്ടോ. അല്ല സാർ, നമ്മൾ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് അങ്ങനെ AAAക്ക് ഉണ്ടോ? എടാ, കാൽക്കുലേഷൻസ് എനി എക്സ്റ്റെൻഡ് പോവാം, നമുക്ക് അതിലൊരു റിസ്ക് എടുക്കണ്ട. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞില്ല, പണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ ഇനീഷ്യലി ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയ സമയത്ത് ബാക്ക് ഇൻ 2016 2017 ആ ഒരു സമയത്തൊക്കെ
നമുക്ക് ആ നോട്ട്സിൽ ട്രിപ്പിൾ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്തുള്ള ഫയല് അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പ്രോപ്പർലി മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അവിടുന്ന് വന്നിട്ട് പിന്നീട് അവർ IASും IFRSും പ്രോപ്പർലി അറിയണം എന്ന് പറഞ്ഞു. അവിടുന്ന് നമ്മളോട് പ്രോപ്പർലി SBRനെ കുറിച്ച് ഓവറോൾ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് പുതിയ സജഷൻ പ്രകാരം ACCA പറയുന്നത് SBR ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നമ്മളോട് ട്രിപ്പിൾ അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ SBRന്റെ ഇമ്പോർട്ടൻസ് അത്രയ്ക്ക് ഹൈ ആണ്. സോ ഐ വുഡ് ഓൾവേസ് റെക്കമെൻഡ് ടു ഹാവ് ഡെപ്ത് നോളജ്. സോ മാക്സിമം ഡെപ്ത് നോളജ് ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത്. കാരണം ആ ഒരു കാര്യത്തിൽ റിസ്ക് എടുക്കരുത്. കാരണം നമ്മൾ എല്ലാം പഠിച്ചിട്ടും SBRലുള്ള നോളജ് കുറവ് കാരണം കൊണ്ട് നമുക്ക് മാർക്ക് പോകരുത്. അതുകൊണ്ട് നമ്മൾ പറയാം, ഇപ്പം നമ്മൾ കഴിഞ്ഞതിന് മുമ്പിലത്തെ അറ്റംപ്റ്റിൽ എംപ്ലോയി ബെനിഫിറ്റ്സ് ചോദിച്ചു. ആ സമയത്ത് എംപ്ലോയി ബെനിഫിറ്റ്സ് SBR പോലും ഒരുപാട് ടെസ്റ്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞ് കുറെ പേര് പഠിക്കാതെ പോയി. സോ പഠിക്കാത്തവർക്ക് എഴുതാൻ പറ്റിയില്ല, മനസ്സിലായോ? അതേ സ്ഥാനത്ത് പഠിച്ചവർക്കാണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നത് പ്രോപ്പർലി എല്ലാ സ്റ്റാൻഡേർഡ്സ് റിവൈസ് ചെയ്യുക, ആപ്ലിക്കേഷനെ കുറിച്ചും അറ്റ്ലീസ്റ്റ് ഓവറോൾ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വെക്കുക. ഓക്കെ. അപ്പൊ സാർ കൺസോളിഡേഷനിൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോർമലി ചോദിക്കാറുള്ളത് അക്വിസിഷൻ ഓഫ് സബ്സിഡിയറി ഡിസ്പോസൽ കൺസോളിഡേഷന്റെ കേസിൽ ഓക്കെ, കൺസോളിഡേഷന്റെ ഗ്രൂപ്പ് കൺസോളിഡേഷന്റെ കേസിൽ ജനറലി ചോദിക്കാറുള്ള ഗുഡ് വില്ലും അങ്ങനെയുള്ള ഏരിയാസ് തന്നെയാണ്. നമ്മൾ പറയുന്നത് ബാക്കിയുള്ള സ്റ്റാൻഡേർഡ്സിന്റെ കേസിൽ ഓക്കെ. സ്റ്റാറ്റ് നോക്കുക, ആരോ രണ്ടുപേരെന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ മാർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ. ഡേറ്റ അനലിറ്റിക്സ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് പ്രൊസീജിയർ ആയിരിക്കും. ഓഡിറ്റ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ജനറൽ പ്രൊസീജിയർ ആയിരിക്കും. ഡേറ്റ അനലിറ്റിക്സ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സിന് അണ്ടറിൽ വരുന്നതാണ്. ഡേറ്റ അനലിറ്റിക്സ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആയിരിക്കും എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഓൾറൈറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ എല്ലാവരും എല്ലാ ഏരിയാസും റിവൈസ് ചെയ്തിട്ട് വരിക കേട്ടോ. സോ താങ്ക് യു, ബൈ. താങ്ക് യു. Thank you. Bye bye.